ബിസിനസ്. നിങ്ങൾ എല്ലാവരും തൽമീദുമായിട്ട് ഫെമിലിയർ ആണ്. ഞാൻ ഒന്ന് ഷെയർ ചെയ്യാണ് സ്ക്രീന്. എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. ഇതാണ് തൽമീദ്. തൽമീദ് എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം ശരിയായിട്ട് പറയുന്ന ആൾക്ക് ഒരു സ്വർണ്ണ മാല ഞാനങ്ങ് തരുമെന്ന് പറയുന്നില്ല കേട്ടോ, എന്റെ കയ്യിൽ ഇല്ലാത്തതാണ്. തൽമീദയുടെ അർത്ഥം എന്നാണ്? എല്ലാവരും അൺമ്യൂട്ട് ചെയ്തു. നിങ്ങൾ എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത്. Disciple. ഡിസൈപ്പിൾ. വെരി ഗുഡ്, താങ്ക് യു. കർത്താവിന് ഡിസൈപ്പിൾസ് ഉണ്ടായിരുന്നു അല്ലേ? കർത്താവിന് ഡിസൈപ്പിൾസ്. കർത്താവിന് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. കർത്താവിന് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും സ്റ്റുഡന്റ് എന്നൊരു വാക്ക് പറഞ്ഞു? നിങ്ങൾ എല്ലാവരും വേദപുസ്തകം വായിച്ചിട്ടുള്ളവരാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും സ്റ്റുഡന്റ് എന്നുള്ള വാക്ക് പറഞ്ഞു? ഞാൻ പേടിക്കണ്ട, ഇല്ല. വേദപുസ്തകത്തിൽ ഒരിടത്തും സ്റ്റുഡന്റ് എന്നൊരു വാക്കില്ല. നിങ്ങളെല്ലാവരും മെജോറിറ്റി ആളുകളും യൂണിവേഴ്സിറ്റി പോകുന്നവരും എല്ലാവരും യൂണിവേഴ്സിറ്റി പഠിച്ചവരും ആയതുകൊണ്ട് ഞാൻ സംഗതി നിങ്ങളുടെ അറിവിന് വേണ്ടി മാത്തമാറ്റിക്സ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? മാത്തമാറ്റിക്സ് എന്നുള്ള വാക്ക് വരുന്നത് മത്തീറ്റാസ് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. മത്തീറ്റാസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സ്റ്റുഡന്റ് അല്ല. മത്തീറ്റായി സ്റ്റുഡൻസ്. വേദപുസ്തകത്തിൽ ഒരിടത്തും ഈ മത്തീറ്റാസ് എന്നുള്ള വാക്കോ മാത്തമാറ്റിക്സ് എന്നുള്ള വാക്ക് അങ്ങനത്തെ സംഗതികളൊന്നുമില്ല. പൈതഗോറസ് ആണ് ഈ സംഗതി ആദ്യം തുടങ്ങുന്നത്. അത് BC 500, അറൌണ്ട് BC 500. അന്നും ഈ മാത്തമാറ്റിക്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇന്നത്തെ പോലെ ഒന്നുമില്ല. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വേദപുസ്തകത്തിൽ ഒരിടത്തും സ്റ്റുഡന്റ് എന്നൊരു വാക്ക് ഇല്ല. പകരം ചിൽഡ്രൻ എന്നുണ്ട്. കർത്താവ് എല്ലാവരെയും വിളിക്കുന്നത് കുഞ്ഞുങ്ങളെ. പരിശുദ്ധനായ യോഹന്നാൻ അപ്പസ്തോലൻ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ നമ്മളെ വിളിക്കുന്നത് കുഞ്ഞുങ്ങളെ. രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സൺഡേ സ്കൂളിൽ വരുമ്പോഴത്തേനാണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടെ സ്ട്രെസ്സിൽ നിന്നൊന്നും ഇറങ്ങേണ്ടത്. എന്ന് പറഞ്ഞാൽ അവർ സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും സ്ട്രെസ് ഉണ്ടില്ലേ? സ്കൂളിൽ പോകുമ്പോൾ സ്ട്രെസ് ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ സ്കൂളിൽ പോയിട്ടുള്ളവരായതുകൊണ്ട് അറിയാമല്ലോ അല്ലേ? സ്കൂളിൽ പോകുന്നതിന് സ്ട്രെസ് ഉണ്ടോ ഇല്ലയോ? എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടായിരുന്ന സമയം സെമിനാരി പഠിച്ചിട്ടുണ്ട്. ഇരിക്കുന്ന രണ്ട് അച്ഛന്മാരെ ചിലപ്പോൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. ഉണ്ടോ അച്ഛൻ? അശ്വൻ അച്ഛൻ അങ്ങനെ ചിന്തയുണ്ടോ? സെമിനാരി സ്റ്റുഡന്റ് ഉള്ള സമയമായിരുന്നു ഏറ്റവും വലിയ സ്ട്രെസ് പിടിച്ചൊരു സമയം. അവിടെ നിന്ന് ഇറങ്ങിയോടുകൂടി സ്ട്രെസ് ഒക്കെ ഒരുപാട് കുറഞ്ഞു. നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ട് സ്കൂളിൽ പോകുന്ന സമയം. സൺഡേ സ്കൂളിൽ വരുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ സ്ട്രെസ് ഇല്ലാതാവണം. അവർക്ക് അവരാവണം, പറ്റണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സൺഡേ സ്കൂളിൽ ഒരിക്കലും സ്റ്റുഡന്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നേ ഇല്ല. വി ഡിഡ് അവേ വിത്ത് ദ വേർഡ് സ്റ്റുഡന്റ്. പകരം നമുക്കുള്ള ഒറ്റ വാക്കേ ഉള്ളൂ, തൽമീദേ, ശിഷ്യന്മാർ. അപ്പം പഠിപ്പിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആരാണ്? അൺമ്യൂട്ട് ചെയ്യാം പ്ലീസ്. എല്ലാവരും അൺമ്യൂട്ട് ചെയ്താണ്ട്. രോഹിത്തച്ഛനൊക്കെ അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നുണ്ട്. അതുപോലെ ഇരിക്കണം എല്ലാവരും അല്ലെ? എനിക്ക് വലിയ സന്തോഷമുണ്ട്. എല്ലാവരും അൺമ്യൂട്ട് ചെയ്തു, ഒരു കുഴപ്പമില്ല. അപ്പൊ പഠിപ്പിക്കുന്ന നിങ്ങൾ ആരാണ്? ടീച്ചർ. ടീച്ചറിന്റെ വാക്കെന്ന് വെച്ചാ പറഞ്ഞു? റാബി. മൽഫോനി. മൽഫോനി. ഓക്കെ. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവർക്കും ജോയിൻ ചെയ്യാനായിട്ട്. മൽഫോനി എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ പുറകെ വരാം. ഇപ്പൊ ഈ തൽമീദോ എന്ന് പറഞ്ഞ ഈ വെബ്സൈറ്റിനകത്താണ് വേണ്ടിയിരിക്കുന്ന എല്ലാ സംഗതികളും. അപ്പൊ ഒന്നാമത് ഇതിന്റെ ഈ വെബ്സൈറ്റ് ഒന്ന് നാവിഗേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒന്ന് ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത് ഉപകരിക്കും. ഞാനിന്ന് ചെയ്യാമെന്ന് വിചാരിക്കും. ഓക്കെ, ഗുഡ്. ഇപ്പൊ ഇവിടെ തന്നെ ലെസൺസ് നമ്മൾ തുടങ്ങുന്നത് തന്നെ ഈ പേജിൽ ക്ലിക്ക് ചെയ്താൽ ഈ കാണുന്നത് തന്നെയാണ് വരുന്നത് കേട്ടോ. എന്നിട്ട് ഇവിടെ ലെസൺസ് ബൈ ഗ്രേഡ്, ലെസൺസ് ബൈ ടോപ്പിക്, യു കൻ ഡൗൺലോഡ് ടെക്സ്റ്റ് ബുക്സ്. മൂന്നും ഇവിടെ പറ്റും. അപ്പൊ എപ്പോഴും നോക്കേണ്ടത് വെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡിലെ ഈ പാച്ചിൽ ഈ ഒരു പാച്ച് നിങ്ങൾ എടുക്കാമെന്നുണ്ടെങ്കിൽ, ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അവിടെ ഒരു ചെറിയ ക്ലിക്കബിൾ ലിങ്ക് ആയിട്ട് വരും. സെൽഫോണിലാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അത് എടുക്കാൻ നോക്കും. നിങ്ങൾ
കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിൽ സെൽഫോണിൽ ഇതൊന്ന് ആക്സസ് ചെയ്ത് ഇപ്പൊ തന്നെ ഈ സൈമിൾട്ടേനിയസ് ആയിട്ട് ആക്സസ് ചെയ്തോളൂ കേട്ടോ. കമ്പ്യൂട്ടറിൽ ഇരിക്കുന്നവർ സെൽഫോണിൽ ഇരിക്കുന്നവർ കമ്പ്യൂട്ടറിൽ ആക്സസ് ചെയ്തു നമുക്ക് ഒരുമിച്ച് തന്നെ നോക്കാം. ഇപ്പൊ ലെസൺസ് ബൈ ഗ്രേഡ്, ഞാൻ ഈ ലെസൺസ് ബൈ ഗ്രേഡിൽ നിന്ന് ക്ലിക്ക് കണ്ടോ, ഓരോ ലെസണും ഇവിടെ അവൈലബിൾ. ഗ്രേഡ് 1 മുതൽ ഗ്രേഡ് 12 വരെയുള്ള ഓരോ ഓരോ ഗ്രേഡും ഇവിടെ അവൈലബിൾ. KG ഇവിടെ അവൈലബിൾ. ഇനി ഇത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ലെസൺസും ഇവിടെ കിട്ടും. Pre-kindergarten ലെസൺസ് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഗ്രേഡ് 2, 4, 5, 6, 3 ഉണ്ട് കേട്ടോ. 10, 11, 12 12 ക്ലാസിന്റെ ലെസൺസ് അവൈലബിൾ ആണ്. ക്ലിയർ ദിസ് മച്ച്? നമ്മള് കുറച്ചു മുമ്പേ മെറീന പറഞ്ഞു, സ്പോട്ട് ചെയ്യും മെറീന, ക്ഷമിക്കണേ. 4ാം ക്ലാസ് പഠിപ്പിക്കുന്നതാണ്. 4ാം ക്ലാസ്സിലെ ഗ്രേഡ് 4ന്റെ ലെസൺ 9 പഠിപ്പിക്കണം. You can go here and click. You are not getting to the lesson right now. See that? ലെസണിലേക്ക് നിങ്ങൾ പോയിട്ടില്ല. പകരം നിങ്ങൾ എവിടെ വന്നു? ലേണിംഗ് ഔട്ട്കത്തിൽ വന്നു. ലേണിംഗ് ഔട്ട്കം ഇവിടെ 4 ലേണിംഗ് ഔട്ട്കംസ് ഉണ്ട്. രോഹിത് അച്ഛൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. രോഹിതൻ ചോദിച്ചത് മുഴുവൻ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ ഉണ്ട്. കാരണം നമ്മൾ ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യം. എന്നാൽ ഇത് നമ്മളിപ്പോ തൽക്കാലത്തേക്ക് ആ ക്ലാസ്സിന് പഠിപ്പിക്കാനുള്ള കാര്യം മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമുക്ക് ഈ 4 ലേണിംഗ് ഔട്ട്കംസ് നമ്മൾ ശ്രദ്ധിക്കണം. ഏതൊക്കെയാണ്? Grade 4, learning outcome 12, relate that the naming of a Lord is always celebrated on January 1st because this is the 8th day of the birth of Jesus Christ. Make sense? നമ്മള് ജനുവരി 1 എന്ന് പറയുമ്പോൾ പള്ളി പോകുന്ന എപ്പോഴും നമ്മൾ എന്താ ആണ്ടാരംഭം, പുതിയ വർഷമാണ്, നമുക്ക് പള്ളി പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ പള്ളി പോകും. നമ്മൾ ഓർക്കണം, അത് വലിയൊരു മോറോനെ പെരുന്നാളാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, മൊറാനെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കുഴപ്പത്തിൽപ്പെടുത്തു അല്ലേ? മൊറോൻ അല്ല കേട്ടോ. ഒരുപാട് പേര് നമ്മളെ ബാവാതിരുവേനയുടെ പേര് പറയുന്നത് മോറോൻ മാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. മോറോൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭൂലോക വിഡ്ഢിയൻ. ഹീസ് എ മോറോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഡ്ഢി, മണ്ടൻ, ബുദ്ധിയില്ലാത്തവനൊക്കെ. ബാവാതിരുവേനി കയറി അങ്ങനെ വിളിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കേട്ടിട്ടുണ്ട്. ആ വാക്കിന്റെ അർത്ഥം വേറെ. മോറോൻ യേശുമിശിഹ എന്ന് പ്രാർത്ഥിക്കുന്നവരെ കേട്ടിട്ടുണ്ട്. മോറോൻ യേശുമിശിഹ, എന്റെ ദൈവം കർത്താവായ തമ്പുരാനെ കുറിച്ചാണ് മോറോൻ എന്ന് വിളിക്കുന്നത്. ആ വാക്ക് നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. മോറോൻ അല്ല, പകരം മോറാൻ. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ, ആ വാക്കെന്ന് പറഞ്ഞേ, മോറാൻ. ഇനി ഒരിക്കലും തെറ്റിക്കില്ല കേട്ടോ. ആരെങ്കിലും ഇനി മോറോൻ എന്ന് പറഞ്ഞ മനസ്സിൽ ചിരിക്കാവൂ. എന്നിട്ട് അവരോട് സ്നേഹമായിട്ടും ആരും കേൾക്കാതെയും അന്ന് കറക്റ്റ് കൊടുക്കണം. മോറോൻ എന്ന് പറയരുത്, പകരം മോറാൻ. നമ്മൾ തിരുമേനിമാരുടെ പേര് പറയുമ്പോഴും മാർ എന്ന് ചേർത്തല്ലേ പറയാം? മാർ. ആ മാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കർത്താവ് എന്ന്, നമ്മുടെ ലോഡ്. അപ്പൊ മോറാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കർത്താവ് എന്ന വാക്കുകൾ. മോറോനോയോ എന്ന് സുറിയാനി പറഞ്ഞാൽ നമ്മുടെ കർത്താവിന് അടുത്തതായ പെരുന്നാളുകൾ. രാഷ്ട്രീയം എന്ന് പറയത്തില്ലേ? മലയാളത്തിൽ പറയുന്നത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് രാഷ്ട്രീയം. അങ്ങനെ ആ EM വെക്കുന്ന പോലെ തന്നെ സുറിയാനിലത് ഓയോ എന്നാണ്. തത്തുല്യമായിട്ടുള്ള വാക്ക് അങ്ങനെയാ, ഓയോ, മോറോനോയോ. അപ്പം നമ്മുടെ കർത്താവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പെരുന്നാളുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? മോറോനോയോ, മാറാനായ എന്ന് പഴയ മലയാളത്തിൽ ഇപ്പോഴും മാറാനായ പെരുന്നാൾ, മോറോനായ പെരുന്നാൾ എന്ന് പറഞ്ഞു. എനിവേ, അപ്പം ഈ സർക്കംസിഷൻ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്ന ഒരു വലിയ മോറോനായ പെരുന്നാളാണ്. അതേ ദിവസം തന്നെയാണ് നമ്മൾ കപ്പദോക്യൻ പിതാക്കന്മാരായിരിക്കുന്ന ബസേലിയൂസിനെയും ഗ്രിഗോറിയൂസിനെയും ഓർക്കുന്നത്. ഇത് വലിയൊരു പെരുന്നാളാണ് ജനുവരി 1. നമ്മൾ ആണ്ടാരംഭത്തിനെന്ന് പറഞ്ഞാൽ പോകുന്നത്. സത്യത്തിൽ ആണ്ടാരംഭം എന്ന് പറയുന്നത് വലിയൊരു
ഒരു 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 മാർക്കറ്റിംഗ് ഗിമ്മിക്കാണ്. വർഷത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞ് നമ്മുടെ കുറച്ച് കാശ് മേടിച്ച് കടക്കാരൊക്കെ എടുക്കാനാകുന്ന ഒരു പരിപാടി. എന്നിട്ട് നമ്മളെല്ലാവരും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വർഷാരംഭം ആകുമ്പോൾ നമ്മൾ എല്ലാം എടുക്കും. നമ്മളെല്ലാവരും ഒരു വലിയ സംഭവം കാണിക്കും. എന്തെന്നറിയാമോ? തീരുമാനങ്ങൾ എടുക്കും. തീരുമാനം ഇനി മുതൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ 4:30 ആകുമ്പോഴത്തേന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ഒരു ദിവസം എഴുന്നേക്കും. അത് ഏത് ദിവസം വേണമെങ്കിലും എടുക്കാം. എനിക്ക് വ്യത്യാസമൊന്നുമില്ല. എല്ലാ വർഷവും എല്ലാ ദിവസവും ആണ്ടാരംഭം. കാരണം ഇന്ന് മുതൽ നമുക്ക് വേണം ഒരു വർഷം മുന്നോട്ട് ചിന്തിക്കാം. അപ്പം ഇത് ഈ മോറോണോയ് പെരുന്നാളാണ്. അപ്പം ഇവിടെ നമ്മൾ ലേണിംഗ് ഔട്ട്കംസ് 4 വെച്ചിരിക്കുന്നു. എന്താണ് ലേണിംഗ് ഔട്ട്കം? ലേണിംഗ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ മെഷറബിൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. എന്താണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ഈ കുഞ്ഞുങ്ങൾ എന്ത് പഠിക്കണം എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ട് അവരത് പഠിച്ചോ ഇല്ലയോ എന്ന് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹെൽപ്ഫുൾ ടൂളിന്റെ പേരാണ് ലേണിംഗ് ഔട്ട്കം. ക്ലിയർ? കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ എന്ത് പഠിക്കണമെന്നും അത് പഠിച്ചോ ഇല്ലയോ എന്ന് മെഷർ ചെയ്യാനും വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളിന്റെ പേരാണ് ലേണിംഗ് ഔട്ട്കം. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ 12 ക്ലാസ്സുകൾക്കും ഇതുപോലെയുള്ള ലേണിംഗ് ഔട്ട്കംസ് ഉണ്ടാക്കി വെച്ചു. ഇപ്പൊ തൽമിദോയിൽ നിങ്ങൾ ആദ്യം കയറിയാൽ നോക്കേണ്ടത് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ലെസൺസിനകത്തുള്ള ലേണിംഗ് ഔട്ട്കംസ് എന്തൊക്കെയാണ്. നമുക്ക് ഇവിടെ നോക്കാം. റിലേറ്റ് ദാറ്റ് ദ നെയിമിംഗ് ഓഫ് അവർ ലോർഡ് ഈസ് ഓൾവേസ് സെലിബ്രേറ്റഡ് ഓൺ January 1st because this is the 8th day of birth. ഇത് ഇത്രയും വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം പഠിപ്പിക്കേണ്ട എന്താണെന്നൊരു ധാരണ കിട്ടിയില്ലേ? കിട്ടുന്നുണ്ടോ? നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അവിടെ എഴുതി വെച്ചു. പക്ഷെ എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു. റിലേറ്റ് ദാറ്റ് naming of a Lord is always celebrated on January 1st because this is the 8th day of birth. അപ്പം 8ാം ദിവസം എന്ത് ചെയ്യണമെന്നാണ് വേദപുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത്? ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് 8ാം ദിവസം എന്ത് ചെയ്യണം? ചേലാകർമ്മം. ഈ മലയാളത്തിൽ ചേലാകർമ്മം എന്നൊക്കെ പറയുമ്പോഴത്തേന് വലിയ ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ചൊരു വാക്ക്. എന്താണ് ഈ ചേല? ചേല എന്ന് പറഞ്ഞ വേഷം, വസ്ത്രം നമ്മൾ സാധാരണ പഠിച്ചത്. ചേലാകർമ്മം എന്ന് പറഞ്ഞ എന്താണ്? അതിന്റെ ഫിസിക്കൽ ആക്ടിവിറ്റി എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഞാൻ അതിനകത്തോട്ട് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ എന്തിനാണ് ഈ ചേലാകർമ്മം വെച്ചിരിക്കുന്നത്? സർക്കംസിഷൻ എന്തിനാണ് വെച്ചിരിക്കുന്നത്? അതിന്റെ ഒരു മീനിങ്, ആ മീനിങ് എന്താണെന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ കൊച്ചിനോട് അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അത് 4ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യമല്ല. പക്ഷെ ചേലാകർമ്മം എന്നൊരു വാക്ക് ആ കുഞ്ഞ് അറിഞ്ഞിരിക്കും. അത് 4ാം ക്ലാസ്സിൽ തന്നെ അറിയാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചേലാകർമ്മം എന്ന് പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് കൊച്ചിനോട് ഇത് പറയേണ്ട ആവശ്യമുണ്ട്. അത് നമ്മുടെ പ്രോബ്ലമാണ്, അവരുടെ കൊച്ചിന്റെ പ്രോബ്ലം അല്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വിചാരിക്കരുത് ഈ 4ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു കാര്യം അറിയാൻ പാടില്ല. അതുങ്ങളോട് ചോദിച്ചു നോക്കി എത്ര ജിജാബൈറ്റും ടെറാബൈറ്റും എന്നുള്ള വ്യത്യാസം അതുങ്ങൾ വൃത്തിയായിട്ട് പറഞ്ഞു. 2010 ഒരു ദിവസം ഞാനിങ്ങനെ ഇവിടെ ഒരു പ്ലെയിനെ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് അനൗൺസ് ചെയ്യുന്ന ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഉണ്ടല്ലോ, അപ്പൊ ഒരു ആങ്കൊച്ച്, ഒരു ചെറുക്കന, അവൻ എല്ലാവരും ഇപ്പോൾ നിങ്ങളുടെ സെൽഫോണുകൾ എയർപ്ലെയിൻ മോഡിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ പുള്ളി അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു, അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന 5 വയസ്സുള്ള കൊച്ചിന്റെ കൊടുത്താൽ മതി, അത് മാറ്റിത്തരും. നമ്മൾ വിചാരിക്കുന്ന പിള്ളേർക്കൊന്നും അറിയാൻ പാടില്ല, അവരോട് ഇതൊക്കെ പറയാം. ധൈര്യമായിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണ് എന്ന് മാത്രം ചേലാകർമ്മം എന്നൊരു വാക്ക് പറഞ്ഞു കൊടുത്താൽ മതി. അല്ല അതിന്റെ ഫിസിക്കൽ ആക്ടിവിറ്റി എന്താണെന്നൊക്കെ നമ്മൾക്ക് ഇതിനകത്ത് ബുദ്ധിമുട്ട് വരുന്നത് പലപ്പോഴും ഇതൊക്കെയാണ്. ഫിസിക്കൽ ആക്ടിവിറ്റി എങ്ങനെയാണെന്ന് ഇതിനോട് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അതിനകത്ത് നമ്മുടെ കൺസേൺ. ആ കൺസേണിനെ കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. അത് പറയാനായിട്ട് ഇതേ ടോപ്പിക്ക് തന്നെ നമ്മൾ ഇനിയും വരും. ഞാനത് കാണിക്കാം എവിടേക്ക് ഈ ടോപ്പിക്ക് വരുന്നുള്ളത് ഇപ്പൊ കാണിച്ചു തരാം. ഇതേ ടോപ്പിക്ക് തന്നെ വീണ്ടും വരും. 2 പ്രാവശ്യം കൂടി ഇതേ ടോപ്പിക്ക് തന്നെ നമ്മൾ പഠിപ്പിക്കുന്നു. ഒരു കൊച്ച് അതിന്റെ ജീവിതകാലത്ത് ഒരു 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 സൺഡേ സ്കൂളിന്റെ സമയത്ത് 3 പ്രാവശ്യം ഒരേ ടോപ്പിക്ക് തന്നെ പഠിക്കും.
പക്ഷെ ഈ 3 പ്രാവശ്യം പഠിപ്പിക്കുമ്പോൾ അതിന്റെ ഹൈലൈറ്റ് വ്യത്യാസമാണ്. 1 മുതൽ 4 വരെയുള്ള ഗ്രേഡുകളിൽ എന്താണ് ഈ സംഗതി എന്ന് പഠിപ്പിക്കുമ്പോൾ 5 തൊട്ട് 8 വരെയുള്ള ക്ലാസ്സുകളിൽ എങ്ങനെ എന്ന് പഠിപ്പിക്കും. 9 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിൽ എന്തിന് എന്ന് പഠിപ്പിക്കും. ഈസ് ക്ലിയർ? 3 കാര്യങ്ങൾ, മൂന്ന് സെഗ്മെന്റ്സ്. 1 തൊട്ട് 4 വരെ, 2 5 തൊട്ട് 8 വരെ, 3 9 തൊട്ട് 12 വരെ. ഈ 3 ഗ്രേഡുകൾ, 3 ലെവലുകളിൽ, സെഗ്മെന്റുകളിലും ഒരേ സാധനം തന്നെ പഠിപ്പിക്കും. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അതിനൊരു കാരണമുണ്ട്, വെറുതെ വെച്ചാൽ. ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തായിരിക്കുന്ന ഒരു മുസ്ലിമിനോട് ചോദിച്ചു, നിങ്ങളുടെ പിള്ളേർ ആരും നിങ്ങളുടെ മതം വിട്ടു പോകുന്നു? അവരെല്ലാം അവിടെ തന്നെ നിൽക്കും. ഞങ്ങളുടെ പിള്ളേരെ പലപ്പോഴും ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടോ? നമ്മുടെ പിള്ളേർ വല്ലതും ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പള്ളി വരത്തില്ല, അവർക്ക് ഇതൊന്നും ഒരു പ്രധാനപ്പെട്ട സംഗതി എല്ലാം തോന്നുന്നുണ്ട്, ഒരു തോന്നൽ നിങ്ങൾക്കുണ്ട്? അതോ എനിക്ക് മാത്രമേ? ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ എന്നോട് വർത്താനം പറയണമെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോകും. മ്യൂട്ട് ചെയ്തിട്ട് പറ. തോന്നിയിട്ടുണ്ട് അങ്ങനെ. തോന്നിയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്റെ എനർജി തീർന്നു പോകും. ഓക്കെ, അപ്പൊ ഞാൻ ഈ ചോദ്യം അവനോട് ചോദിച്ചു. ഉടനെ അവൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തോ നിങ്ങളുടെ സഭയെക്കുറിച്ച്, നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? അപ്പൊ ഞങ്ങളെല്ലാം പഠിപ്പിക്കും, ഞങ്ങൾക്ക് മുട്ടൻ സൺഡേ സ്കൂൾ ഉണ്ട്, അതിൽ ഭയങ്കര പഠിപ്പിലൊക്കെയാണ്. എന്നിട്ട് പിന്നെ നിങ്ങളുടെ പിള്ളേർ നിങ്ങളുടെ കൂടെ നിൽക്കാത്തെ? ഞാൻ പറഞ്ഞു, അതാ എനിക്ക് അറിയണ്ടേ, നിങ്ങളുടെ നിൽക്കുന്നുണ്ട്, ഞങ്ങളെ നിൽക്കുന്നില്ല, എന്നെ അങ്ങനെ. അവന്റെ മറുപടി സിമ്പിളായിട്ട് അവൻ പറഞ്ഞതെന്നറിയാം, ഞങ്ങൾ ഈ പറഞ്ഞ കാര്യം തന്നെ എല്ലായ്പ്പോഴും തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, അതിങ്ങനെ ഡ്രിൽ ചെയ്ത് അവിടെ ഉറപ്പിച്ചോണ്ട് പോകും. നമ്മളെപ്പോഴും ഒരു കാര്യം ഒരു തവണ ജീവിതത്തിൽ ഒരു തവണ കേൾക്കും, പിന്നെ ഓർക്കില്ല. അപ്പൊ അവിടെ നിന്നാണ് ഇങ്ങനൊരു കൺസെപ്റ്റ് നമുക്ക് പറ്റും എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ചിന്തിച്ചപ്പോഴെന്നാ, 1-ാം ക്ലാസ്സിൽ ഫസ്റ്റ് ഗ്രേഡിൽ നമ്മൾ അഡീഷൻ പഠിപ്പിക്കും, ഇല്ലേ? സെക്കൻഡ് ഗ്രേഡിലാകുമ്പോഴത്തേന് അഡീഷൻ അല്പം കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിപ്പിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ ഹൈസ്കൂളിൽ വന്നു കഴിയുമ്പോഴത്തേന്, 12th ഗ്രേഡിൽ വന്നു കഴിയുമ്പോഴത്തേന് ഇന്റഗ്രേഷൻ പഠിപ്പിക്കും, ഡിഫറൻഷിയേഷൻ പഠിപ്പിക്കും. നിങ്ങൾക്ക് അറിയാമോ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് അഡീഷൻ തന്നെയാണെന്ന് അറിയാമോ? ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് സബ്ട്രാക്ഷൻ തന്നെയാണെന്ന് അറിയാമോ? നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിച്ച അതേ സാധനം തന്നെയാണ് 12th ഗ്രേഡിൽ പഠിക്കുന്നത്. അതിന്റെ ഫർദർ അഡ്വാൻസ്ഡ് സംഗതികളാണ് എവിടെ പഠിപ്പിക്കുന്നത്? ഡോക്ടറേറ്റ്, മാത്തമാറ്റിക്സിൽ ഡോക്ടറേറ്റ് പഠിക്കാൻ പോയാലും ഈ സംഗതി തന്നെ, അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അഡീഷൻ തന്നെ, ഡിവിഷൻ എന്ന് പറയുന്നത് സബ്ട്രാക്ഷൻ തന്നെ. ശരിക്കും മാത്തമാറ്റിക്സ്, എൻറ്റയർ മാത്തമാറ്റിക്സ് ഈസ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, ദാറ്റ്സ് ഇറ്റ്. ഈ സെയിം ആശയം നമ്മൾ കരിക്കുലത്തിലെത്തും കൊണ്ട് വെച്ചിരിക്കുക. 1-ാം ക്ലാസ് മുതൽ ഒരേ സാധനം തന്നെ നമ്മൾ പഠിപ്പിച്ചു പോകും. അപ്പോൾ 12-ാം ക്ലാസ് ആയി കഴിയുമ്പം എന്തെന്നുള്ളത് 1 തൊട്ട് 4 വരെ പഠിച്ചു, 5 തൊട്ട് 8 വരെ എങ്ങനെയെന്ന് പഠിച്ചു, 9 തൊട്ട് 12 വരെ എന്തിന് എന്ന് പഠിക്കും. എന്റെ മോൾ ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു കാര്യം, പപ്പ ഞാൻ ഇനി കണക്ക് പഠിക്കുന്നില്ല. 7-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഇനി കണക്ക് പഠിക്കുന്നില്ല. ഞാൻ ചോദിച്ചു, എന്നെ പറ്റി പഠിക്കുന്നത്? ഇത് പഠിച്ചിട്ടൊന്നും ഒരു ഉപകാരമില്ല. ഞാൻ ചെന്ത ഇപ്പൊ നീ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അവളന്നേരം പറഞ്ഞു, ഞാൻ LCM ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. LCM എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അല്ലെ? മലയാളം മീഡിയത്തിൽ പഠിച്ചവർക്കാണെങ്കിൽ ലാസാഗു എന്ന് പറയും, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഈ സംഗതി നിങ്ങളുടെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചു? LCM പണ്ട് സ്കൂളിൽ പഠിച്ചത്, ഇപ്പൊ എന്തെങ്കിലും ഉപയോഗിച്ച് ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ കൈ നീട്ടുക. ഇപ്പൊ ഞാൻ ആമസോൺ ഗിഫ്റ്റ് കാർഡ് തരും. ഇത് ആമസോൺ ഗിഫ്റ്റ് കാർഡ് തരുമെന്ന് പറഞ്ഞാൽ ശരിയാ, ശരിക്കും തരും കേട്ടോ. എനിക്കും തരുമോ? അച്ഛനും തരാം. അച്ഛനോട് ഞാൻ ഉത്തരം നാൾ പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അല്ല അച്ഛാ, തരാം. അച്ഛൻ പറഞ്ഞു തരാം.
ക്വസ്റ്റ്യൻ പറഞ്ഞേ. LCM ഉം, ഈസ് കോമൺ മൾട്ടിപ്പിൾ ലാസാഗു ഉം, ഇത് പണ്ട് സ്കൂളിൽ പഠിച്ച അതെ. ഡെയിലി ലൈഫിൽ അത് എന്തെങ്കിലും ഉപയോഗം ഉം. ഗുഡ് ക്വസ്റ്റ്യൻ. സമയം പോകുന്നു പെട്ടെന്ന് പറ ഇല്ല, ആർക്കും ഉത്തരവില്ല. വിനീത് എന്തി പോയോ? ഇല്ല അച്ഛൻ, ഞാൻ ഇവിടെ ഉണ്ടേ. നഞ്ഞു വാ, ക്യാമറ വാ. ഓക്കെ, ഞാൻ ഒരു കഥ പറയാം കേട്ടോ. നിങ്ങൾ എല്ലാവരും പെന്നും പെൻസിലൊക്കെ താഴെ വെച്ചു. ഈ LCM ഡെയിലി ലൈഫിൽ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതിന്റെ കഥയാണ് പറയാം. ഈസ്റ്ററിന്റെ ഇത്തവണത്തെ ഈസ്റ്ററിന്റെ ദിവസം വിനീതയുടെ ഇവരുടെ വീട്ടിൽ, അതായത് ബിജോയുടെയും വിനീതയുടെയും വീട്ടിലായിരുന്നു ഞാൻ താമസം. വിനീതയാണ് ഫ്രാങ്ക്ഫർട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ചിക്കൻ കറിയും ചോറും ഒക്കെ ഉണ്ടാക്കിയത്. എല്ലാവർക്കും 120 പേര് വന്നു. 120 പേർക്കുള്ള ചിക്കൻ കറിയും ചോറും വിനീത കൊടുത്തു. വിനീതയും ബിജോയും കൂടെ ഉണ്ടാക്കി കൊടുത്തു. അപ്പം എല്ലാ ദിവസവും വിനീത 100 പേർക്ക് ഉണ്ടാക്കുന്നുണ്ട്. 120 പേർക്ക് ചിക്കൻ കറി വെക്കുമോ? നല്ല കറിയായിരുന്നു കേട്ടോ, വളരെ നല്ല കറിയായിരുന്നു. എനിക്ക് വിനീത ഉണ്ടാക്കിയ കറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. 10ൽ 11.5 മാർക്ക് ഞാൻ കൊടുക്കുകയും ചെയ്തു. പക്ഷേ നിങ്ങൾ ഉത്തരം പറഞ്ഞു, വിനീത ഉത്തരം പറയണ്ട. എല്ലാ ദിവസവും വിനീത 100 പേർക്ക് കാണുന്നത് എന്നിട്ട് ഇങ്ങനെ ഫ്രീസറിൽ ഇങ്ങനെ വെച്ചേക്കാണോ? അല്ല. പക്ഷെ ഇന്ന് വിനീതയ്ക്ക് 100 പേർക്ക് ഉണ്ടാകും. അപ്പൊ അതിന്റെ തലേ ദിവസം ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. ഇവര് അമ്മയും 3 മക്കളും കൂടെ വർത്താനം പറയുന്നുണ്ട്. നമ്മൾ 100 പേർക്ക് ഫുഡ് ഉണ്ടാക്കണം. ബിജോയും ഞാനും കൂടെ മാറി ഞങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. 100 പേർക്ക് ഫുഡ് ഉണ്ടാക്കണം. ഉടനെ ഇവർ 3 പേരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യും. 4 പേരും ഇരുന്ന് ചർച്ച ചെയ്യാണ്. അപ്പൊ എന്തുമാത്രം ചിക്കൻ മേടിക്കണം. ഉടനെ അവിടെ കാൽക്കുലേഷൻ വന്നു. നമ്മൾ ഇത്രയും ചിക്കൻ മേടിച്ചു കഴിയുമ്പോൾ നമുക്ക് 7 പേർക്ക് 3 ദിവസം കഴിക്കാനുണ്ട്. അപ്പോൾ 100 പേർക്ക് എത്ര വേണം? അപ്പൊ ഒരാൾക്ക് ഇത്ര ചിക്കൻ വേണം. അത്രയും ചിക്കൻ നമ്മൾ 100 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത്രയും വേണം. ഈ സംഗതിയുടെ പേരെന്നാ? ഇതാണ് ഈ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ ഇത്ര ചിക്കൻ ഉണ്ടെങ്കിൽ ഇത്രയും പേർക്ക് കൊടുക്കാം, അങ്ങനെയാണെങ്കിൽ ഇത്ര ചിക്കൻ മേടിച്ചാൽ ഇത്രയും പേർക്ക് കൊടുക്കാം. അത് കണ്ടുപിടിക്കുന്ന പരിപാടിയുടെ പേരാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അത് തന്നെ ദോശ ഉണ്ടാക്കുന്നിടത്തും വെക്കും. നമ്മൾ എല്ലാ ദിവസവും ദോശ ഉണ്ടാക്കാനായിട്ട് 1/2 കിലോഗ്രാം അരിയും 250 ഗ്രാം ഉഴുന്നും എടുക്കുന്നു. അപ്പോൾ അത്രയും കൊണ്ട് നമുക്ക് 40 പേർക്ക് 7 പേർക്ക് ദോശ ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ 100 പേർക്ക് ഉണ്ടാക്കാനായിട്ട് എത്ര വേണം? അതാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഈ സംഗതി നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നു. അപ്പൊ എന്റെ മോള് വന്ന് എന്നോട് പറഞ്ഞു, പപ്പ ഞാൻ ഈ പരിപാടി നിർത്താൻ പോവാണ്, സ്കൂളിലെയും കണക്ക് പഠിക്കുന്നില്ല, എന്ന കാര്യം ഇത് ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പോകില്ല. അല്ല മോളെ, ഈ ഡെയിലി ഈ സാധനം ഉപയോഗിക്കും. നിങ്ങൾ സ്കൂളിൽ താമസിച്ചു പോയിട്ടുണ്ടോ? രാവിലെ എഴുന്നേക്കാൻ താമസിച്ചിട്ടുണ്ടോ? ഉണ്ട്. നിങ്ങൾ ചാടി എഴുന്നേറ്റ് ഏതെങ്കിലും ഇനി 10 മിനിറ്റ് കൂടെ ഉള്ളൂ, എനിക്ക് ഒരുങ്ങി റെഡിയാൻ, എന്റെ ബസ് പോകാനായിട്ട് അല്ലെങ്കിൽ ട്രെയിൻ പോകാനായിട്ട് ഇനി 10 മിനിറ്റ് കൂടെ ഉള്ളൂ, എനിക്ക് എത്ര മിനിറ്റ് കൊണ്ട് പല്ല് തേച്ചാൽ ബസ് കിട്ടും എന്ന് ചിന്തിക്കുന്ന പരിപാടിയുടെ പേരാണ് എന്ത്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ലാസാഗു. ഇതേ സംഗതി തന്നെ നമ്മൾ ഇവിടെയും ഉപയോഗിക്കണം. ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പഠിച്ചാൽ മാത്രമേ വേറെ ഒരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ ഇത് നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഈ ലേണിംഗ് ഔട്ട്കംസ് ഉണ്ടാക്കി വെച്ചത്. ഏറ്റവും ക്രൂഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഞാനിപ്പോൾ തന്നത്. ബട്ട് ഡസ് ഇറ്റ് മേക്ക് സെൻസ്? നിങ്ങൾ ക്യാമറയിൽ ഇല്ലാത്തവര് റിയാക്ഷൻസ് വെച്ചാലും കുഴപ്പമില്ല. ക്യാമറയിലുള്ളവർ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കണം, കുഴപ്പമില്ല. Am I making sense? Yes. ഇത് പഠിച്ചാലേ
നമുക്ക് അത് ചെയ്യാൻ ഒക്കുള്ളൂ. ഈ കുഞ്ഞുങ്ങൾ ഇപ്പൊ ഇത് പഠിച്ചാലേ അവർ വലുതാവുമ്പോൾ അവർക്ക് ഈ സംഗതി ചെയ്യാൻ ഒക്കുള്ളൂ. വീട് കൂതാശ നടക്കണം. നമ്മുടെ വീട്ടിൽ വീട് കൂതാശ നടക്കണം. വീട് കൂതാശ നടക്കുമ്പോൾ എന്നൊക്കെ വേണം? കുറച്ചു മുമ്പേ ഒരു 75 വയസ്സുള്ള ഒരു ആന്റി എന്നെ വിളിച്ച് ചോദിച്ചു, അച്ഛാ എന്റെ വീട് കൂതാശയാണ്. ഞാൻ എന്നായിരുന്നു? 75 വയസ്സുള്ള ആന്റിക്കും അറിയാൻ മേല എന്നായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വീട് കൂതാശ അച്ഛൻ വീട്ടിലോട്ട് വരുന്നത് എന്നൊക്കെ ചെയ്യണം? അറിയാമോ? അറിയാവോ ഇല്ലേ? പറഞ്ഞു. രോഹിത് അച്ഛൻ ഇരിക്കുന്നുണ്ടേ. അറിയാം. അറിയാം. എന്നൊക്കെ വേണം മോനെ? പറഞ്ഞു. എവെങ്കിലും വായിക്കുമ്പോൾ മെഴുകുതിരി വേണം. പിന്നെ കൂദാശ ചെയ്യാനായിട്ട് കളഭം, പനിനീര്, വെള്ളം, പിന്നെ അത് തളിക്കാനുള്ള കറിവേപ്പിലയോ എന്തെന്ന് വെച്ചാൽ അത് അതില് അരിഞ്ഞിട്ടിട്ട്, പിന്നെ അച്ഛൻ നിൽക്കാനായിട്ട് എവെങ്കിലും വായിക്കുമ്പോൾ നിൽക്കാനായിട്ട് പായ, പിന്നെ ഒരു ഗുഡ് ജോബ്. I'm very proud of you. എങ്കിലും വായിക്കും മാത്രമല്ല, അതിന് മുമ്പേ നമ്മൾ തിരി എത്തിച്ചു കേട്ടോ. തിരിയൊക്കെ അച്ഛൻ തന്നെ മിക്കവാറും അച്ഛൻ തന്നെ കൊണ്ടുവരും. ഇല്ലാത്തവർക്കാണ് നമ്മൾ തിരി മേടിച്ചു വെക്കണം. ഒരു കുരിശ് വേണം. കറുത്തുപ്പായും പുസ്തകമൊക്കെ അച്ഛൻ കൊണ്ടുവരും. പിന്നെ ഇതൊക്കെ വേണം. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വേറെ ചില സംഗതികൾ ഉണ്ടായിരുന്നു മക്കളെ. അതിന് മുമ്പ് ചില ഒരു കാര്യങ്ങൾ എടുക്കണമായിരുന്നു. എന്താണെന്ന് അറിയാമോ? ഇറ്റ്സ് ഓക്കെ, ഐ എം നോട്ട് ബ്ലെയിമിങ് യു. വീട് ക്ലീൻ ചെയ്ത് വെക്കണം. വീട് ക്ലീൻ ചെയ്യണം. ഞാൻ ഒരിക്കലും ഒരു ദിവസം വീട് കൂതാശയായിട്ട് ഒരു സ്ഥലത്ത് പോയി. ഞാൻ ഇങ്ങനെ ഒരു മുറി ചെന്നോണ്ട് ഈ വീട്ടുകാർ ആ മുറി ഇങ്ങനെ കൂതാശ തളിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലും. വീട്ടുകാർ ചാടി എന്നെ മുമ്പിൽ ഇങ്ങനെ അങ്ങ് നിന്നു. വാതിൽ തുറന്നു. അച്ഛാ ഇതിനകത്ത് വേണ്ട. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? അല്ല വേണ്ട. അപ്പൊ പകുതി തുറന്ന് ഇങ്ങനെ അജാറായിട്ട് കിടക്കുക ഡോർ. എനിക്ക് സൈഡ് വഴി കാണാം എന്നാ കട്ടിലെ വലിയൊരു കൂമ്പാര എവറസ്റ്റ് പൊടിപിടി പോലെ തുണി അലക്കിയിട്ടിരിക്കും. ഞാൻ ചിരിച്ചു പുള്ളിക്കാരത്തിൽ പറഞ്ഞു, എന്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ പലപ്പോഴും ഉണ്ട്, അതുകൊണ്ട് ഞാൻ സാധാരണക്കാരാണ്, കുഴപ്പമില്ല, നമുക്ക് വെള്ളം തളിച്ച് തുണിയെ ഞാൻ തളിക്കത്തില്ല. കാരണം ഇത് ഉണങ്ങിക്കിടക്കുന്ന തുണിയിലേക്ക് ഞാൻ വെള്ളം തളിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉണങ്ങണം എന്നുള്ളായിരുന്നു പുള്ളിക്കാരത്തായിട്ടൊരു പേടി. ഞാൻ തുണിയെ തളിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഞാൻ പോയി. അപ്പം എന്നെ സംഭവിക്കുന്നത്, അച്ഛൻ വീട്ടിലോട്ട് വരുന്ന പറഞ്ഞാൽ ഓടി നമ്മളെ തുണിയെല്ലാം കൂടെ അലക്കി ആ ഫ്രണ്ടിൽ മുറി കൊണ്ടിട്ടിരിക്കും. എന്നിട്ട് അതിങ്ങനെ വാരിയെടുത്ത് ഇങ്ങനെ പോവുക. വീട് ദശയുടെ മുന്നേ ഇതൊക്കെ എല്ലാം ക്ലീൻ ആക്കി വെക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ഇപ്പോഴേ പഠിപ്പിക്കണം. സൺഡേ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണം. ഈ നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചു. നിങ്ങൾ വിചാരിക്കില്ല മരണം എന്ന് പറയുന്നത് അയലോകത്തെ വീട്ടിൽ മാത്രം ഉണ്ടാകും. നമ്മുടെ വീട്ടിലും വരും. നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചു, നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ അതിന്റെ ഉത്തരം ഞാൻ പെട്ടെന്ന് പറയാം. ഒരാൾ മരിച്ചാൽ അല്ലെങ്കിൽ ഒരാൾ മരിക്കാറായിരിക്കുന്നെങ്കിൽ നമ്മൾ അവിടെ പ്രാർത്ഥിക്കണം. മരിക്കുന്ന ആള് മരിക്കുന്ന സമയത്ത് നമ്മൾ മേലുള്ളവരെങ്കിൽ സ്വർഗീയ മാലാകുമാരും പ്രധാന മാലാകുമാരും എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്നു. അതിന്റെ കൂട്ടത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലുന്നു. അവിടെ ഒരാൾ മരിക്കുന്ന സമയത്ത് അവിടെ കിടന്ന് ബഹളം വെക്കുകയോ കരയോ കാറിക്കുകയോ അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. അപ്പൊ പ്രത്യാശയോടുകൂടി വേണം ഒരാളെ നമുക്ക് വളരെ ഹോപ്പ്ഫുൾ ആയിട്ട് വേണം അവരെ യാത്ര ചെയ്യാൻ. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഈ കുഞ്ഞുങ്ങൾക്ക് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനോട് നമുക്കത് പറയാൻ പറ്റണം. എന്താണ്? ദർ ഈസ് ഡെത്ത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനോട് നമുക്ക് പറയാൻ പറ്റണം ദർ ഈസ് ഡെത്ത്. എന്താണ് ഡെത്ത്? നമുക്ക് പറയാം. എന്താണ്? ഈ ലോകത്തിൽ നിന്ന് നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് പോവുകയാണ്. അത് സങ്കടത്തിന്റെ രീതിയിൽ അവതരിപ്പിക്കാം, പ്രത്യാശയുടെ രീതിയിൽ അവതരിപ്പിക്കാം. എങ്ങനെയാ പ്രത്യാശയുടെ രീതിയിൽ അവതരിപ്പിക്കുന്നത്? ദേ ആർ ഗോയിങ് ടു ബി വിത്ത് ക്രൈസ്റ്റ്. അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് തന്നെ അറിയായിരിക്കും അവരുടെ അപ്പച്ചനോ അമ്മച്ചിയോ അപ്പച്ചന്റെ അപ്പച്ചനോ ആരെങ്കിലും ഒക്കെ മരിച്ച കുഞ്ഞുങ്ങൾക്കൊക്കെ അവർക്ക് എന്തെങ്കിലും അറിയാം. അപ്പൊ അവർ വേർ ആർ ദേ ആർ വിത്ത് ക്രൈസ്റ്റ്. അപ്പൊ എന്താണ് മരണം എന്ന് ഈ കുഞ്ഞുങ്ങളോട് നമുക്ക് പറയാം. അപ്പൊ ഒരാൾ ഇതിന്റെ മരിക്കുന്ന സമയത്ത് അവർക്ക് പ്രത്യാശയുണ്ട്. ദേ ഹാവ് ഹോപ്പ്. അപ്പം അതാണ് ഒന്നാമത്തെ ഈ ലേണിംഗ് ഔട്ട്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. 2, അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജൂവിഷ് ട്രഡീഷൻ. ഇത് യഹൂദ പാരമ്പര്യത്തിൽ നിന്നും വന്നതാണ്. അപ്പൊ ഞാൻ വേറെ കാര്യം പറയട്ടെ. ഈ നമ്മുടെ വിശ്വാസം, നമ്മുടെ സഭയുടെ പാരമ്പര്യങ്ങളും യഹൂദ പാരമ്പര്യങ്ങൾക്ക് എതിരാണോ അതോ യഹൂദ പാരമ്പര്യങ്ങളെ പൂർത്തീകരിച്ചോ?
കർത്താവ് തന്നെ പറയുന്നുണ്ട്, ന്യായപ്രമാണത്തെ നീക്കുവാനല്ല വന്നിരിക്കുന്നത്, പകരം പൂർത്തീകരിക്കുക. പൂർത്തീകരിക്കുവാനായിരിക്കുന്നു വന്നിരിക്കുന്നത്. അപ്പൊ യഹൂദ പാരമ്പര്യങ്ങളെ പൂർത്തീകരിച്ചതാണ് കർത്താവ്. അപ്പൊ ഇനി ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് ഞാൻ പറയട്ടെ. സ്കറിയായിക്ക് അത് നൽകി മോശ. കേട്ടിട്ടുണ്ടോ അത്? എവിടെയാ എപ്പോഴാ അത് പാടുന്നത് അറിയാം? ഇമാരുടെ കുക്കിലും അല്ല, വൈദികരുടെ കുക്കിലും അല്ലേ? ആദ്യാചാര്യത്വം കൈക്കൊണ്ടഹറോൻ മൂശയോടൊന്നിച്ച്. ആദ്യം ആചാര്യത്വം കൈക്കൊണ്ടു ആര്? അഹറോനും മോശയും ഒരുമിച്ച്. സ്കറിയായ്ക്കതു നൽകി മൂശ. അങ്ങനെയാ. സ്കറിയ ആരാ? യോഹന്നാൻ, കർത്താവിന് മുന്നോടിയായിരിക്കുന്ന യോഹന്നാൻ മാംദാനായുടെ അതായത് സ്നാപക യോഹന്നാന്റെ പിതാവ്. അപ്പൊ മോശ എങ്ങനെയാ സ്കറിയായിക്ക് കൊടുത്തേ? തലമുറ കൈമാറി സ്കറിയായിക്ക് അടുത്ത് വരെ വന്നു. ആര് കൊടുത്തു? മോശ കൊടുത്തു. സ്കറിയ യോഹന്നാനേകി. യോഹന്നാൻ ആർക്ക് കൊടുത്തു? കർത്താവിന് കൊടുത്തു. എങ്ങനെയാ അപ്പൊ കർത്താവിന് പട്ടം വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? പട്ടം അടിസ്ഥാനപരമായിട്ട് ആദ്യം ഈ സാധനം എടുത്ത് കൊടുത്ത് കർത്താവല്ലേ. ഇപ്പൊ യോഹന്നാന് കർത്താവ് കൊടുത്തു, അല്ല കർത്താവിന് യോഹന്നാൻ കൊടുത്തു. അതിന്റെ അർത്ഥം തന്നെ യോഹന്നാൻ തിരിച്ച് തന്നയാളുടെ തന്നെ തിരിച്ച് ഏൽപ്പിച്ചു. യോഹന്നാൻ ഇങ്ങോട്ട് കിട്ടി. മോശ വഴി വന്ന സാധനം യോഹന്നാൻ കർത്താവിന്റെ കയ്യിൽ തിരിച്ചു കൊടുത്തു. കർത്താവ് ഇങ്ങ് മേടിച്ചു. മേടിച്ചിട്ട് എന്ത് ചെയ്തു? അവിടെ പറഞ്ഞു മോനെ, പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു പരിപാടിയുടെ കർത്താവ് അവിടെ ചെയ്തു. കൊടുക്കുന്നതിന് മുന്നായിട്ട് എന്ത് ചെയ്തു? അതിനെ പൂർത്തീകരിച്ചു. അതാണ് അവിടുത്തെ സംഗതി. ഐ ഹോപ്പ് ഇറ്റ്സ് മേക്കിംഗ് മോർ സെൻസ് നൗ. ഡസ് ഇറ്റ്? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. അടുത്തത്, ഇൻഡിക്കേറ്റ് ദിസ് ഈസ് വെൻ ബേബീസ് ഇൻ ജൂയിഷ് ട്രഡീഷൻ വുഡ് ബി ഗിവൺ ദിയർ നെയിംസ്. ഈ സർക്കംസിഷന് ചെന്ന സമയത്താണ് കർത്താവൻ എന്നാ പേര് വിളിക്കുന്നത്. Isn't it? യോഹന്നാനെ പേരിടാൻ വേണ്ടി ചെന്ന എപ്പോഴാ? യോഹന്നാനെ സർക്കംസിഷന് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനാണ് ഒരു ജീവൻ എന്നെ പേരിടാൻ പോകുന്നത്. ഇപ്പം അമ്മച്ചി പറഞ്ഞു യോഹന്നാൻ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ചോദിച്ചു, നിന്റെ കുടുംബത്തിൽ ഒരാൾക്ക് പോലും യോഹന്നാൻ പേരില്ല, സക്കറിയ എന്ന് വിളിക്കണം. അപ്പന്റെ പേര് സക്കറിയ ആയതുകൊണ്ട് മോനെയും സക്കറിയ എന്ന് വിളിക്കണം. അപ്പൊ പറഞ്ഞു പറ്റിയല്ല, എല്ലാവർക്കും യോഹന്നാൻ എന്ന് പേര് വിളിക്കണം. എപ്പോഴാ പേരിട്ടെ? 8-ാം ദിവസം. ഇത് യഹൂദ പാരമ്പര്യത്തിലുള്ളതാണ്. 4-മത്തത്, ഐഡന്റിഫൈ ദ നെയിം ജീസസ് മീൻസ് സേവിയർ. ഇവിടെ എല്ലാം നോക്കി. ആദ്യത്തെ വാക്കുകൾ എന്താ? ലേണിംഗ് ഔട്ട്കത്തിന്റെ ആദ്യത്തെ വാക്കുകൾ എന്താണ്? റിലേറ്റ്, അണ്ടർസ്റ്റാൻഡ്, ഇൻഡിക്കേറ്റ്, ഐഡന്റിഫൈ. ഈ 4 വാക്കുകൾ അനുസരിച്ച് ഇതിനെല്ലാത്തിനും ഒരു പ്രത്യേകത, ഒരു കോമൺ ബക്കറ്റിനകത്ത് ഇതിനെ ഇടുക. ഏതാ ബക്കറ്റ്? ദീസ് ആർ ഓൾ വെർബ്സ്. ഇത് 4 വെർബുകൾ. ഇനി ശ്രദ്ധിച്ചു നോക്കിക്കോണം. ഏത് ലേണിംഗ് ഔട്ട്കം എടുത്താലും അതിന്റെ ആദ്യത്തെ വാക്കുകൾ വെർബുകളായിരിക്കും. അപ്പൊ ഈ ലേണിംഗ് ഔട്ട്കത്തിന്റെ ലക്ഷ്യം റിലേറ്റ്, ദിസ്, അണ്ടർസ്റ്റാൻഡ്, ബ്ലാ 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 ബ്ലാ, ഇൻഡിക്കേറ്റ്, ബ്ലാ 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 ബ്ലാ, ഐഡന്റിഫൈ, ബ്ലാ 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 ബ്ലാ. അപ്പൊ നിങ്ങൾ ഇത് പഠിപ്പിച്ചു കഴിയുമ്പോൾ ഈ കുഞ്ഞിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, ഈ കുഞ്ഞിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റണം, ഈ കുഞ്ഞിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം, ഈ കുഞ്ഞിനെ റിലേറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ഈ പുസ്തകം തുറക്കേണ്ട ആവശ്യം പോലുമില്ല. മേക്ക് സെൻസ്? കഴിഞ്ഞ വർഷം നിങ്ങൾ ഇത് പഠിപ്പിച്ചു, ഈ വർഷം ഇത് തന്നെ പഠിപ്പിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയിൽ നിന്ന് പഠിപ്പിക്കാൻ ഒക്കും. ഇനിയിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വാക്കുകളില്ല എന്ന് പറഞ്ഞൊരു പ്രശ്നം വരുമോ? ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി വാക്കുകളില്ലാത്തൊരു പ്രശ്നം വരുമോ?
യു ഹാവ് സഫീഷ്യന്റ് തിങ്സ് ടു എക്സ്പ്ലെയിൻ. നിങ്ങൾക്ക് സമയമില്ല എന്നുള്ള പ്രശ്നമായിട്ടോ ഇനി വരാൻ പോകുന്നത്. യു നോ എ ലോഡ് തിങ്സ്. മേക്ക് സെൻസ്? ഞാൻ ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യുക ഇപ്പോൾ. ഇത് നിങ്ങളുടെ പ്രതികരണം കേൾക്കട്ടെ. നിങ്ങൾക്ക് ഇത്ര നേരം നമ്മൾ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഓക്കെ. ഞാൻ ഞാൻ നിങ്ങളോട് അച്ഛന് വേണ്ടി നിങ്ങളോട് അങ്ങ് ചോദിക്കാം. അപ്പം ഇച്ചിരി കൂടെ ഈസി ആയിരിക്കും. അതായത് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയിരുന്നോ എന്നുള്ളതാ എന്റെ ആദ്യത്തെ ചോദ്യം. ഇല്ല എങ്കിൽ ഇല്ല എന്ന് നമ്മൾ പറയണം. പക്ഷേ പുതിയ ഇൻഫർമേഷൻ ആണ് എന്നുള്ളത് പറയണം. എങ്കിലല്ലേ അച്ഛൻ അടുത്ത ലെവലിലും അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് എന്താ പുതിയ ലെസൺസ് കിട്ടിയത് അതൊക്കെ ഒന്ന് മനസ്സിലാക്കുവാനും നല്ലതല്ലേ. ഞാൻ ലേണിംഗ് ഔട്ട്കംസിനകത്ത് വെർബിനെ കുറിച്ച് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്, ഞാൻ പേഴ്സണലി. Yeah. എനിക്ക് പുതിയൊരു അറിവായിട്ട് തോന്നിയത്, ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലായിരുന്നു. അതായത് ഫസ്റ്റ് 4 ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിന്റെ അത് തന്നെയാണ് നമ്മൾ പിന്നെ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുന്നത്. 5th to 8th, പിന്നെ അതിന്റെ അഡ്വാൻസ്ഡ് ആണ് 9th to 12th എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് റിലേറ്റ് ആയെന്ന് ഇപ്പോ മനസ്സിലായി. മനസ്സിലായി. വെരി ഗുഡ്. താങ്ക് യു മോനെ. സ്റ്റീവ് എഴുതിയിരിക്കുന്ന ഐ ഹാവ് കം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ക്യാൻ ഇവാലുവേറ്റ് അവർസെൽസ് യൂസിങ് ദ ലേണിംഗ് ഔട്ട്കംസ്. യെസ്, ഓഫ് കോഴ്സ്. ഈ ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത് ഒരു ഡബിൾ എഡ്ജ്ഡ് സ്വോർഡ് ആണ്. അത് ഇരുവായത്തിലുള്ള വാളാണ്. അതിട്ട് നമുക്കിട്ടും വെട്ടാം, നമ്മൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെയും വെട്ടാം. അബ്സല്യൂട്ട്ലി. ഇത്രയും ക്ലിയർ ആയോ ഇല്ലയോ? പ്ലീസ്, നിങ്ങൾ രണ്ടുപേര് പറഞ്ഞു. ഐ എം സോ ഗ്ലാഡ്. Did it make sense to you? It did that. Okay. Is it? Now can we go forward? Okay. Let me share again. ഓക്കെ. ഇതിപ്പോ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ലെസൺസ് ബൈ ഗ്രേഡ് ആ കണ്ടത്. ഇനിയിപ്പോ തന്നെ നമുക്ക് തിരിച്ചൊന്നുകൂടെ പോകാം. ലെസൺസ് ഗ്രേഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഇത് തന്നെ ഞാൻ ഗ്രേഡ് 7 ലെസൺ, ഏത് ലെസൺ വേണം? ലെസൺ 12. ഓക്കെ, കണ്ടോ? ഓറിയന്റൽ ഓർത്തഡോക്സ് ഹിസ്റ്ററി. ഇവിടുത്തെ ലേണിംഗ് ഔട്ട്കത്തിന്റെ വെർബ് മാറുന്ന കാണുന്നുണ്ടോ? ഹയർ ഗ്രേഡിലേക്ക് പോയപ്പോഴത്തേന് വെർബ് മാറി, എക്സാമിനായി, അനലൈസ് ആയി. കണ്ടോ? ഹയർ ഗ്രേഡ് ആയി കഴിഞ്ഞപ്പോഴത്തേന് വെർബിന്റെ സെൻസ് മാറി. മേക്ക് സെൻസ്? ഞാൻ വീണ്ടും പോവാം. ലെസൺസ് ബൈ ഗ്രേഡ്. നമ്മൾ 12th ഗ്രേഡിലേക്ക് പോവാം. ലെസൺ ഏത് വേണം? ലെസൺ 7. ഇവിടെ നോക്കിയേ, ഇത്രയും നേരം നമ്മൾ അനലൈസ് ഒക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ നോക്കിയേ, ഇവാലുവേറ്റ്, ഡിസ്കസ്, കൺക്ലൂഡ്, എലാബറേറ്റ്. ഹയർ ഗ്രേഡിലേക്ക് വന്നപ്പോഴത്തേനും നമ്മൾ അത് സ്വന്തമായിട്ട് ഐഡിയാസ് ഉണ്ടാക്കുന്ന ലെവലിലേക്ക് വരിക. കൊച്ചു ക്ലാസ്സിൽ നമ്മൾ എന്താന്ന് പഠിക്കുന്നു, ചുടെ വലുതായപ്പോഴത്തേന് എങ്ങനെയെന്ന് പഠിക്കുന്നു. ഹയർ ഗ്രേഡ് വരുമ്പോഴത്തേന് the children are encouraged, equipped to create ideas by themselves. അപ്പൊ അവർക്ക് നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ വിഷയങ്ങളെക്കുറിച്ചും പുതിയ പുതിയ ആശയങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാനും അതിന് പുതിയ മാനങ്ങൾ കണ്ടെത്താനും പുതിയ ആശയങ്ങൾ അതിൽ നിന്ന് അവർക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാനും ഉള്ള ഒരു മാർഗം ഉണ്ടാകുന്നു. അതുപോലെ ക്രിയേറ്റ് എന്ന് പറയുന്നത് 12th, അതായത് ഹയർ ഗ്രേഡ് മാസ്റ്ററി ലെവലിലെ ഒരു ലേണിംഗ് ഔട്ട്കം വെർബാണ്.
ഇസ് ഇറ്റ് ക്ലിയർ? ഇതാണ് ബേസിക്കലി ലേണിംഗ്. അപ്പൊ ഇനി നമുക്ക് അടുത്തത് ലെസൺസ് ബൈ ടോപ്പിക്. ഇവിടെ നോക്കി, ഈ ലെസൺസ് ബൈ ടോപ്പിക് എന്തൊക്കെയാണ് ടോപ്പിക്കുകൾ? പ്രധാനമായിട്ടും 4 ടോപ്പിക്കുകളാണുള്ളത്. 1 നമ്മുടെ ഫെയ്ത്ത്, 2 നമ്മുടെ ലിറ്റർജി, 3 നമ്മുടെ ട്രഡിഷൻ, 4 ഹോളി ബൈബിൾ. ഇതാണ് പ്രധാനമായിട്ടും 4 ടോപ്പിക്. ഈ 4 ടോപ്പിക്കിൽ ബൈബിൾ എന്ന് പറയുന്നത് എല്ലാ ടോപ്പിക്കിനകത്തും ഉണ്ട്. അപ്പം അതർ ടോപ്പിക്സ് എന്ന് പറയുന്ന 4ാമത്തെ വേറൊരു സംഗതിക്ക് ഇവിടെ എടുത്ത് നമുക്ക് സൗകര്യത്തിന് വേണ്ടി വെച്ചിരിക്കുക. ഇനി നോക്കിക്കോണേ, ഫെയ്ത്ത് എന്ന് പറയുന്നത് വേർ ഈസ് അവർ ഫെയ്ത്ത്? ബേസിക്കലി വേർ ടു ഫൈൻഡ് അവർ ഫെയ്ത്ത്? അത് ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഇത് കാണാൻ ഒക്കുന്നുണ്ടോ എന്റെ സ്ക്രീൻ? നമ്മുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് നൈഷീൻ ക്രീഡാണ്. നിങ്ങളുടെ ഫെയ്ത്ത് തന്നെ ആര് ചോദിച്ചാലും ഉത്തരം എവിടെയുണ്ട്? ഇറ്റ്സ് ഇൻ ദി നൈഷീൻ ക്രീഡ്. അപ്പോൾ നൈഷീൻ ക്രീഡിൽ നമ്മുടെ ഫെയ്ത്ത് ഉണ്ട്. അപ്പൊ നൈഷീൻ ക്രീഡിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്തൊക്കെയാണ്? ഹോളി ട്രിനിറ്റി, ഗാഡ് ദ ഫാദർ, ജീസസ് ക്രൈസ്റ്റ്, തിയോട്ടോക്കോസ്. തിയോട്ടോക്കോസ് ആരാധിക്കും? ഹു ഈസ് തിയോട്ടോക്കോസ്? മാതാവ്, ദൈവമാതാവ്. വെരി ഗുഡ്. സാൽവേഷൻ, ഫൈനൽ ജഡ്ജ്മെന്റ്, ഹോളി സ്പിരിറ്റ്, ചേർച്ച്, പിന്നെ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. ഇത്രയും കാര്യങ്ങളിലെ അടിസ്ഥാനപരമായിട്ടും വിശ്വാസ പ്രമാണത്തിൽ പറയുന്നേ അല്ലേ? ഇനി നിങ്ങൾ നോക്കിക്കോണം, ഹോളി ട്രിനിറ്റിയെ കുറിച്ച് ഏതൊക്കെ ഗ്രേഡിൽ ഏതൊക്കെ ലേണിംഗ് ഔട്ട്കത്തിനകത്തുണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കണോ? ഇവിടേട്ട് വന്നാൽ മതി. ഗ്രേഡ് 1 ലെസൺ 3-ലുണ്ട്, ലെസൺ 5-ലുണ്ട്. ഗ്രേഡ് 8 ലെസൺ 2-ലുണ്ട്. ഗ്രേഡ് 9 ലെസൺ 3-ലും ലെസൺ 9-ലും ഉണ്ട്. കുറച്ച് മുമ്പ് മെറീന പറഞ്ഞില്ലേ 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു പറഞ്ഞില്ലേ? മെറീനയ്ക്ക് ചിന്തിക്കാം, ഇനി ഞാൻ ഹോളിറ്റിനെ കുറിച്ച് ഇന്ന് 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ചു, ഇനി ഈ കൊച്ചുങ്ങൾ എന്നിത് കേൾക്കും? 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഇത് വീണ്ടും. അപ്പൊ മെറീനയ്ക്ക് ഇപ്പൊ തന്നെ പറയാം, മക്കളെ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ 9ാം ക്ലാസ്സിലും പഠിക്കും, 8ാം ക്ലാസ്സിലും പഠിക്കും കേട്ടോ. അതുപോലെ തന്നെ ഗോഡ് ദ ഫാദർ ഏതൊക്കെ ഗ്രേഡിൽ പഠിപ്പിക്കും? ലെസൺ 1-ൽ പഠിപ്പിക്കും, ഗ്രേഡ് 1-ൽ പഠിപ്പിക്കും, ഗ്രേഡ് 8-ൽ പഠിപ്പിക്കും, ഗ്രേഡ് 9-ൽ പഠിപ്പിക്കും. ജീസസ് ക്രൈസ്റ്റ്, തിയോട്ടോക്കോസ്, സാൽവേഷൻ, ഫൈനൽ ജഡ്ജ്മെന്റ്, ചർച്ചിനെ കുറിച്ച് എവിടെയൊക്കെ പഠിപ്പിക്കുന്നു നോക്കിയേ. ഗ്രേഡ് 1-ലുണ്ട്, ഗ്രേഡ് 10-ലുണ്ട്, ഗ്രേഡ് 12-ലുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് എൻറ്റയർ കരിക്കുലം ഇതുപോലെ മാപ്പ് ചെയ്ത് വെച്ചു. സാക്രമെന്റൽ ലൈഫ് ഇൻ ക്രൈസ്റ്റ്. അപ്പൊ എന്തൊക്കെയാണ് സാക്രമെന്റ്സ്? ഹോളി ബാപ്റ്റിസം, നമ്മുടെ ലിറ്റർജി. എന്റെ ലിറ്റർജി എവിടെ വരുന്നത്? ഹോളി ബാപ്റ്റിസം, ഹോളി ക്രിസ്മേഷൻ, ഹോളി കുർബാന. ഹോളി കുർബാനെ കുറിച്ച് എവിടെയെല്ലാം പറയുന്നു നോക്കി. ഹോളി മാട്രിമണി, ഗ്രേഡ് 11-ല് ഹോളി മാട്രിമണിയെ കുറിച്ച് പറയും. കംപ്ലീറ്റ് ലെസൺ 5-ൽ കംപ്ലീറ്റ് എത്ര ലേണിംഗ് ഔട്ട്കം കിടക്കുന്ന നോക്കി. 14, 15, 16, 17, 18, 19 ഈ എൻറ്റയർ ചാപ്റ്റർ മാട്രിമണിയെ കുറിച്ച്. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച് 10 വർഷം കഴിയുമ്പോൾ അതിന്റെ കല്യാണം നടക്കുന്ന ഉടനെ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാൻ പോകണമെന്നുള്ള, കാരണം ആ ഗ്രേഡിൽ വന്നു കഴിയുമ്പോഴത്തേന് ആ കൊച്ചിന് വൈ മാട്രിമണി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവും. ഇനി ഞാൻ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, ബോർ അടിക്കാതിരിക്കാൻ വേണ്ടി ചോദിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ചോദിക്കും. നമ്മുടെ കല്യാണം എന്ന് പറയുന്നത് ചെറുക്കനും പെണ്ണും ആണോ മോതിരം ഇടുന്നത്, അച്ഛനാണോ മോതിരം ഇടുന്നത്? അച്ഛനല്ല. ആരാ കല്യാണം കഴിച്ചത്? ഓ, ഷീന കല്യാണം കഴിച്ച ആളാണ്. ഓക്കെ, ഗുഡ്. അപ്പൊ മോളെ ആരാണ് കല്യാണം കഴിച്ചേ? അച്ഛനാണോ അതോ നിന്റെ ഹസ്ബൻഡാണോ? ഹസ്ബൻഡാണ്. അപ്പൊ പിന്നെ അച്ഛനാണോ മോതിരം ഇടണ്ടേ? ഈ അച്ഛൻ വല്ല ശല്യം, വെറുതെ കുഴപ്പിക്കുന്ന ചോദ്യം ചോദിച്ചു. പകരം
കർത്താവിന്റെ അപ്പവും വീഞ്ഞിന് പകരമായിട്ടാണ് മോതിരം. വിരലിന്മേൽ മെയ് രക്തങ്ങൾ മോതിരമായൻ പേർക്കേകി. വെരി ഗുഡ്, ഐ എം സോ പ്രൗഡ് ഓഫ് യു. നമ്മുടെ ആരാധനയ്ക്കകത്തുണ്ട് ഈ സാധനം. അപ്പൊ ഇത് നമ്മൾ കണക്കിലെടുത്ത് മനസ്സിലാക്കി എടുക്കുമ്പോൾ ഇതിനർത്ഥം ആരാണ് ഈ മോതിരം ഇടുന്നത്? അവിടെ അച്ഛനാണ് മോതിരം ഇട്ടത്. അപ്പൊ മറ്റു പല സഭകളിലും കല്യാണം കഴിക്കുന്ന ഹസ്ബൻഡ് അല്ലെങ്കിൽ വരൻ വധുവിന്റെ വിരലിന്മേൽ മോതിരം ഇട്ട് കൊടുക്കും. എന്നിട്ട് പറയും ഇത് ഞാനും നീയും തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണെന്ന്. നമ്മുടെ സഭയിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തില്ല? കോൺട്രാക്റ്റ് ഇല്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരു കോൺട്രാക്റ്റും ഇല്ല. പകരം ആരുമായിട്ട് എന്തുണ്ട്? യേശു ക്രിസ്തുവായിട്ട് നമുക്കൊരു ഉടമ്പടിയുണ്ട്. ഉടമ്പടി, ആ വാക്ക് അതാണ് ഉടമ്പടി, കവനന്റ്. എന്താണ് കവനന്റ്? മരിക്കുന്നവരത്തേക്ക് ഞാൻ ഈ പുരുഷന്റെ കൂടെ ജീവിച്ചോളാമെന്നും മരിക്കുന്നവരത്തേക്ക് ഞാൻ ഈ സ്ത്രീയുടെ കൂടെ ജീവിച്ചോളാമെന്നും ആരോടാ നമ്മൾ പറഞ്ഞത്? കർത്താവിനോടാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് ഈ കൂർക്കമ്പലി മുഴുവൻ കേട്ട് നമ്മളിങ്ങനെ ജീവിക്കുന്നത്. എൻ്റെ ഭാര്യയുടെ ഒരു ദുരവസ്ഥയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഒരു നിമിഷം പറയാം. ഞാൻ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ തൊട്ട് ഈർച്ചവാളിന്റെ ബിസിനസ്സാണ്. ഈ തടി ഇറക്കുന്ന ഇങ്ങനെ വലിയ വാളുണ്ട്. ഈ തടി ഇറക്കുന്ന മില്ലിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ശബ്ദം? അത് തന്നെ എൻ്റെ ഭാര്യ ഇങ്ങനെ എത്ര വർഷമായിട്ട് 14 വർഷമായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അവളിപ്പോഴും എന്നെ വിട്ടേച്ച് പോകാതിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഉടമ്പടി ആയതുകൊണ്ട്. അവളെ കുറിച്ചുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഞാനിപ്പോഴും അവളെ കളയാതെ കൊണ്ടു നടക്കുന്നതിന്റെ കാര്യം ഇതാ. അപ്പൊ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കുക ഒരു കഥ പറയാം. കുറച്ചാൾ മുമ്പേ, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരിക്കലൊരു അമ്മച്ചിയുടെ അപ്പച്ചൻ്റെ അടുത്ത് അമ്മച്ചീൻ്റെ അടുത്ത് ഒന്ന് കംപ്ലൈന്റ് പറഞ്ഞു. എൻ്റെ അച്ഛാ, ഈ അപ്പച്ചനെ കൊണ്ട് തോറ്റു, പഴയ ഒരു സാധനം കളയത്തില്ല, വെച്ചിരിക്കുക, എല്ലാം കൂട്ടി വെച്ചിരിക്കുക, പഴയ ഒരു സാധനം കളയത്തില്ല. എനിക്ക് ചിരി വന്നു. ചിരി വന്നിട്ട് ഞാൻ അറിയാതെ അങ്ങ് ചിരിച്ചു. അപ്പൊ അമ്മച്ചിക്ക് കൂടുതൽ ദേഷ്യം വന്നു. അമ്മച്ചി വളരെ സീരിയസ് ആയിട്ട് എന്നോട് സങ്കടം പറഞ്ഞു. ഞാൻ അമ്മച്ചിയെ കളിയാക്കി ചിരിച്ചു പോയത്. അച്ഛൻ എന്നെ ചിരിക്കുന്നത് ഇങ്ങനെയാണോ അച്ഛന്മാര് എന്നൊക്കെ പറഞ്ഞ് അമ്മച്ചി എൻ്റെ അടുത്ത് വീണ്ടും പഴുതു. ഞാൻ എല്ലാം കുറച്ചെല്ലാം അമ്മച്ചി പറഞ്ഞു കഴിഞ്ഞ് കേട്ട് കഴിഞ്ഞിട്ട് അമ്മച്ചി, എൻ്റെ അമ്മച്ചി പഴയത് കളയാതെ കൊണ്ട് നടക്കുന്നതുകൊണ്ട് തന്നെ അമ്മച്ചിയെ ഇപ്പോൾ കൊണ്ട് നടക്കുന്നത്, അല്ലെങ്കിൽ എടുത്തു പോയി കളയുന്നത്. അത് കളയാതിരിക്കുന്നത് അതാ ഉടമ്പടി ആയിരിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രേഡ് 11 ഈ 5ാമത്തെ ലെസണിൽ ഇത് ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. മേക്ക് സെൻസ്? 4ാം ക്ലാസ്സിൽ മാട്രിമോണിയെ കുറിച്ച് പഠിച്ചാൽ പിന്നെ 6ാം ക്ലാസ്സിൽ പഠിക്കും, 11ാം ക്ലാസ്സിൽ പഠിക്കും. ഇത് തന്നെ തമ്മിൽ കൺഫെഷൻ, പ്രീസ്റ്റ്ഹുഡ്, ഹോളി ആങ്ഷൻ, ബെറിയൽ, ശവസംസ്കാരത്തെ കുറിച്ച് എവിടെയെല്ലാം ക്ലാസ്സിൽ വരുന്നു നോക്കി. 4ാം ക്ലാസ്സിലുണ്ട്, 6ാം ക്ലാസ്സിലുണ്ട്, 11ാം ക്ലാസ്സിലുണ്ട്. വേറെ എത്ര പേരുണ്ട്? കണ്ടോ, സേറ കണ്ടുവല്ലോ. എത്ര ദിവസമുണ്ട് മോളെ പള്ളി കൂദേശ? ഒരു പള്ളിയുടെ കൂദേശം എത്ര ദിവസമുണ്ട്? 2 ദിവസം ആദ്യത്തെ ഭാഗവും 2ാമത്തെ ഭാഗമായിട്ട് നടത്തിയതാണ്. 2 ദിവസം കൊണ്ട് അവർ പള്ളി കൂതാശയാണ്. ശരിക്കും 1 ദിവസം കൊണ്ട്, വൈകിട്ടും രാവിലെ. 8 ദിവസം ഉള്ളൂ. നമ്മുടെ കണക്കും പ്രകാരമാണ് 2 ദിവസം. ശരിക്കും 1 ദിവസമേ ഉള്ളൂ. അപ്പൊ പള്ളി കൂതാശ ചെയ്യുന്നത് അതിനെക്കുറിച്ച്. വീട് കൂതാശയെക്കുറിച്ച് ഗ്രേഡ് 1ാം ക്ലാസ്സിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട് നമ്മള്. 6ാം ക്ലാസ്സിലുണ്ട്, 11ാം ക്ലാസ്സിലുണ്ട്. 11ാം ക്ലാസ്സിലെ പുസ്തകം മിക്കവാറും എല്ലാം കൂതാശകളെ കുറിച്ച്. അതുകൊണ്ടാണ്. ഇനി നോക്കിയേ, ഫീസ്റ്റ് ആൻഡ് സ്പെഷ്യൽ ഡേയ്സ്, അനൗൺസിയേഷൻ ഓഫ് അവർ ലോർഡ്, നേറ്റിവിറ്റി ഓഫ് അവർ ലോർഡ്, സർക്കംസിഷൻ, ബാപ്റ്റിസം, എൻട്രി ഓഫ് അവർ ലോർഡ് ഇൻ ടു ജെറുസലേം, ഊഷാന, പാസോവർ, പെസഹ, വലിയ ആഴ്ച. അതിൻ്റെ എല്ലാം സുറിയാനുള്ള വാക്കുകളും ഇവിടെയുണ്ട് കേട്ടോ. ഹോളി സാറ്റർഡേ. ബൈ ദ വേ, ദുഃഖശനിയാഴ്ച കുർബാന ചൊല്ലണോ വേണ്ടായിരുന്നു? നിർബന്ധമായിട്ട് ചൊല്ലിട്ടിരിക്കുന്ന ഒരു ദിവസമാണ്. നമ്മുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ ഓർക്കുന്ന ദിവസമാണ്. പിന്നെ റിസറക്ഷൻ, കെംത, അസെൻഷൻ, പെന്തക്കോസ്റ്റ്, ട്രാൻസ്ഫിഗറേഷൻ, അസംഷൻ, ഡോർമിഷൻ ഓഫ് ദി തിയോടോക്കോസ്, ഫീസ്റ്റ് ഓഫ് ദി ഹോളി ക്രോസ്. ഇതൊക്കെയല്ലേ നമ്മുടെ പ്രധാനപ്പെട്ട പെരുന്നാളുകൾ, അല്ലേ?
എൽദോ പെരുന്നാളിൽ തുടങ്ങി സ്ലീബ പെരുന്നാളിൽ അവസാനിക്കുന്ന പെരുന്നാളുകളുടെ ഒരുക്കം. ഇനി ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ സ്റ്റുവർഡ്ഷിപ്പ്, സാങ്ക്ടിറ്റി ഓഫ് ലൈഫ്. വലിയ ക്ലാസ്സിലൊക്കെ അബോർഷൻ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. 2ാം ക്ലാസ്സിലും നമ്മൾ ഇതിന് അബോർഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ ലൈഫിന്റെ സാങ്ക്ടിറ്റിയെ കുറിച്ച് പറയുന്നു. 7ാം ക്ലാസ്സിൽ വരുമ്പോഴത്തേന് അത് കുറച്ചുകൂടി ഡീപ്പാക്കും. 9ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഓഫ് കോഴ്സ് ആ വാക്ക് തന്നെയുണ്ട്, അബോർഷൻ എന്നുള്ള വാക്ക് തന്നെയുണ്ട്. ഷാൽ വി ഗോ, ഷാൽ വി നോട്ട് ഗോ? അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ കൺസെപ്റ്റ് എന്താണ്? അബോർഷൻ അനുവദിക്കാമോ ഇല്ലയോ? ചില സന്ദർഭങ്ങളിൽ അബോർഷൻ ഒക്കെയാണ്. എപ്പോഴാണെന്നറിയാമോ? എപ്പോഴാണെന്നറിയാമോ? ലൈഫിന് ത്രട്ടണിങ് ആവുമ്പോ. പിന്നെ എപ്പോഴാ? പിന്നെ ഒരു സമയത്തും ഇല്ല, അത്രേ ഉള്ളൂ. കാത്തലിക് ചർച്ചിൽ അങ്ങനെയില്ല. നമുക്ക് അത് ഇനി അഗെയിൻ ഇതിന്റെ തീരുമാനം എടുക്കുന്നത് കാത്തലിക് ചർച്ചിൽ അവർ പറയുന്നതിന് അത് തീരുമാനിക്കാൻ ആരും ഇരിക്കത്തില്ല. ഇതിന് തീരുമാനിക്കുന്ന ആരാ? അതൊരു മെഡിക്കൽ ഡിസിഷൻ. മെഡിക്കൽ ഡോക്ടർ നിങ്ങളോട് പറഞ്ഞാൽ പ്രാർത്ഥനാപുരസരം ഇത് ചെയ്യാം. അതാരാ ചെയ്യണ്ടേ? മെഡിക്കലായിട്ട് വേണം ചെയ്യേണ്ടിയിരിക്കുന്നത്, അല്ലാതെ നമ്മൾ പോയി തോന്നിയ ദിവസം കാണിക്കലാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് വീണ്ടും ഉണ്ട് ചോദ്യം, ഈ അബോർഷനിലേക്ക് നയിക്കുന്ന സംഗതികളൊക്കെ ഇല്ലേ? എന്തുകൊണ്ട് അബോർഷൻ ആവശ്യം വരുന്നു? നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള സംഗതികൾ ഉണ്ടാവും. പക്ഷെ നമ്മുടെ നിയന്ത്രണത്തിലുള്ള സംഗതികളാണെങ്കിൽ നമ്മൾ ആ വഴിക്ക് പോകാമോ പോകാതിരിക്കാമോ പോകരുതോ? അത് നോ എന്ന് പറയാൻ നമുക്ക് പറ്റുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും ഇതിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഈ ക്ലാസ്സുകളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അവർ ധൈര്യപ്പെടുത്തി വെക്കുന്നു. വേറൊരു വലിയ വിഷയമാണ് മെന്റൽ ഹെൽത്ത്. എനിക്ക് എന്തുമാത്രം മെന്റൽ ഹെൽത്തിനെ കുറിച്ച് എത്ര സ്ഥലത്താ പറയുന്നത് എനിക്ക് കാണുന്നുണ്ടോ? വൺ ഓഫ് ദി മോസ്റ്റ് സീരിയസ്ലി ഡിസ്കസ്ഡ് ഏരിയയാണ് മെന്റൽ ഹെൽത്ത്. യേശുക്രിസ്തുവിന് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. എവിടെ വെച്ച് മോളെ? വെറുതെ പറയണം, ഉണ്ടെന്ന് പറയണ്ടായിരുന്നു അല്ലേ? ഗെത്സമനെ വെച്ചിട്ടുണ്ടായിട്ടുണ്ട്. അത് മെന്റൽ ഹെൽത്ത് അല്ല മോനെ. ലാസ്റ്റ് അന്നേരത്തും ഇല്ല. അത് മെന്റൽ ഹെൽത്ത് അല്ല. അത് മെന്റൽ ഹെൽത്ത് അല്ല, മെന്റൽ ആഗണീസ് ആണ്. മെന്റൽ ഹെൽത്ത് ചോദ്യങ്ങൾ കർത്താവിന് മുമ്പിൽ വന്നത് പിശാച് പരീക്ഷിക്കാൻ വന്നത്. ആലോചിച്ച് നോക്കിയാൽ 3 കാര്യങ്ങളാ പറഞ്ഞല്ലേ? ഏതൊക്കെയായിരുന്നു? അപ്പം, കല്ലപ്പമാകാൻ പറയാം. നമ്മുടെ ഏറ്റവും നിങ്ങളെല്ലാവരും എബ്രഹാം മാർസ്ലോയുടെ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി അതൊക്കെ കേട്ടിട്ടുണ്ട്. എബ്രഹാം മാർസ്ലോ മനുഷ്യന്റെ ബേസിക് നീഡ്സ് 3 ആണ്. 1 ഫുഡ്, 2 ഷെൽട്ടർ, 3 റെക്കഗ്നീഷൻ. ഫുഡ് കിട്ടിക്കഴിയുമ്പോഴത്തേനെ ഷെൽട്ടറിനെ കുറിച്ചും തുണിയെ കുറിച്ചും ആലോചിക്കും. അല്ല സോറി, ഫുഡ്, തുണി, ഷെൽട്ടർ. ഫുഡ് കിട്ടിക്കഴിയുമ്പോഴേ തുണിയെ കുറിച്ച് ആലോചിക്കും. ഫുഡില്ലാതെ വിശന്നിരിക്കുന്നവന് തുണി മാത്രം കൈ പിടിച്ചുകൊണ്ടിട്ട് കാര്യമില്ല അല്ലേ? തുണി കൂടി ഉള്ളവനെ ഷെൽട്ടറിനെ കുറിച്ച് ആലോചിക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനാണ് നമ്മൾ റെക്കഗ്നീഷൻ, ഈഗോ ഒക്കെ പൊങ്ങുന്നത്. യേശുക്രിസ്തുവിനോട് ആദ്യം പറഞ്ഞ എന്താ? ഈ കല്ലിനോട് അപ്പമാകാൻ പറഞ്ഞു. വിശക്കാതെ ഇരിക്കുക. വിശപ്പ് കയറി മൂക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നേ? അശ്വിനച്ചന് ഉത്തരം പറഞ്ഞു. വിശപ്പ് കയറി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുമോ? പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞു. പറഞ്ഞു, ആരെയും പറഞ്ഞു, അല്ലെങ്കിൽ ബോറടിച്ചു. നമ്മളല്ലാതാവും. അതിന് ഇച്ചിരി നല്ല ഭാഷ പറഞ്ഞു, മെന്റൽ ഹെൽത്തിന്റെ ഭാഷ പറഞ്ഞു. ഭ്രാന്ത് പിടിക്കും. അത് തന്നെ, കറക്റ്റ്. വിശപ്പ് കയറി മൂത്ത് കഴിയും ഭ്രാന്ത് പിടിക്കും. കർത്താവിനെ ആദ്യം പരീക്ഷിച്ചത് എവിടെ വെച്ചാ?
വിശപ്പിലാ പിടിച്ചത്. അത് കഴിഞ്ഞപ്പോഴത്തേന് എന്നാ പറഞ്ഞു? അപ്പം കല്ലുകൾ അപ്പം ആവാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തെ എന്നാ പറഞ്ഞു? ഇതെല്ലാം തന്നേക്കാവുന്ന പറഞ്ഞു സാധനമല്ല. ആ നീ മേളിൽ നിന്ന് താഴോട്ടൊന്ന് ചാടിക്കുകയെന്ന് പറഞ്ഞു. എന്തുവാ വലിയ ഈ ഒരു ഹീറോയിസം കാണിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ വലിയ ആളാകും ഇല്ലേ? ഹീറോയിസം കാണിക്കുക. നിങ്ങൾക്കറിയാമോ മെന്റൽ ഹെൽത്തിന്റെ സീരിയസ് ആയിട്ടുള്ള വിഷയം ഈ വലിയ ഈ സൂയിസൈഡ് ചെയ്യുന്ന പല ആളുകളും ഈ 4-ാം നിലയുടെ മേളിൽ 7-ാം നിലയുടെ മേളിൽ നിന്നൊക്കെ താഴോട്ട് ചാടുന്ന കണ്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? മരത്തെ കയറി താഴോട്ട് ചാടി സൂയിസൈഡ് ചെയ്യുന്ന കേട്ടില്ലേ? നിങ്ങൾക്കറിയാമോ അവരുടെ മെന്റൽ ഹെൽത്തിന്റെ എനിക്ക് അത്തരം പേഷ്യൻസ് ഉണ്ട്, ഉണ്ടായിട്ടുണ്ട്. അവർക്ക് 7-ാം നിലയിൽ നിന്ന് താഴോട്ട് ചാടാൻ നേരത്ത് അവർക്ക് അവരുടെ അകത്ത് തന്നെ അവര് കേൾക്കുന്നതിനെന്നറിയാം, ജംപ്, ഇറ്റ്സ് ഓക്കെ, നത്തിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ടു യു. ഇതിന്റെ കോൺസിക്വൻസിനെ കുറിച്ച് അവർക്ക് യാതൊരു ചിന്ത അവരുടെ മനസ്സിലില്ല. ജംപ്, ഇറ്റ്സ് ഓക്കെ. നല്ല ചോദിക്കും, മനുഷ്യൻ അനുഭവിക്കുന്ന മെന്റൽ ഹെൽത്തിന്റെ ഏറ്റവും ഡീപ്പറായിട്ടുള്ള പ്രശ്നങ്ങൾ ആരനുഭവിച്ചിട്ടുണ്ട്? കർത്താവ് അനുഭവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേനാ പറഞ്ഞത്, നീ എന്നെ ഒന്ന് കുമ്പിട്ട് നമസ്കരിച്ചു, ഞാൻ ഈ കാണുന്ന എല്ലാം നിനക്ക് തരാം. എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്നാ? വാട്ട് ഈസ് ദ റൈറ്റ് തിങ് ആൻഡ് വാട്ട് ഈസ് ദ റോങ് തിങ്? ഹൂ നോസ് ദാറ്റ്? ഹൂ ഷുഡ് നോ ദാറ്റ്? ഈ സംഗതികളെ കുറിച്ചെല്ലാം ഡീപ്പറായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് മെന്റൽ. കാണുന്നുണ്ടോ നിങ്ങൾ? മെന്റൽ ഹെൽത്തിനെ കുറിച്ച് മാത്രം നമ്മുടെ ഈ കരിക്കുലത്തിൽ എന്തുമാത്രം ഉണ്ടെന്ന് കാണുന്നുണ്ടോ? ഡു യു സീ ദാറ്റ്? എന്നെ സ്ക്രോൾ ചെയ്യുന്ന കാണാൻ നോക്കുന്നുണ്ടോ? ഇനി ക്രിസ്ത്യൻ എത്തിക്സ്, LGBTQ ഇഷ്യൂസ്, ബുള്ളിയിങ്, ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത അതർ ടോപ്പിക്സ്, ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ, സ്ക്രിപ്ചർ, ഹോളി സ്ക്രിപ്ചർ, സിൻ, കൗൺസിൽസ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കൗൺസിൽ ഓഫ് നൈഷ്യ കഴിഞ്ഞിട്ട് ഇപ്പം 1700 വർഷങ്ങൾ ഇപ്പം ഈ വർഷമായിരുന്നു. ഏത് വർഷമായിരുന്നു കൗൺസിൽ ഓഫ് നൈഷ്യ നടന്നത്? Which year was the Council of Nicaea? അച്ഛന്മാര് പറയണ്ട പ്ലീസ്. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല, ഒന്നുകൂടെ കേട്ടില്ല. Which year was the Council of Nicaea? അച്ഛന്മാർ ഉത്തരം പറയല്ലേ പ്ലീസ്. നിക്കിയ സുന്നോദോസ് നടന്ന വർഷം 521 AD. ഒരു ഇച്ചിരി മുന്നോട്ട് പോയി. സംതിങ് ആണ്. 300 സംതിങ് ആണ്. 350 അല്ല, 325. സിറിലെ ഗൂഗിൾ നോക്കിയോ? ഇല്ല ചാ, ഞാൻ ആക്ച്വലി പുറത്തായോണ്ടാണ് ഞാൻ ക്യാമറ ഓൺ ചെയ്യാത്തത്. കുഴപ്പമില്ല, ഗൂഗിൾ നോക്കിയില്ലെന്ന് കേട്ടാച്ചാൽ മാത്രം മതി. 325 നിക്കിയ സുന്നോദോസ്. കുസ്തന്തീനോപ്പോലിസിലെ സുന്നോദോസ് നടന്ന വർഷം നിക്കിയായാലും കുസ്തന്തീനോപ്പോലിസിലും എഫേസൂസിലും വെച്ചുണ്ടായ 3 പൊതു സുന്നോദോസ്. അതിൽ കുസ്തന്തീനോപ്പോലിസിലെ സുന്നോദോസ് ഏത് വർഷമായിരുന്നു? 381. കണ്ടോ എത്ര പെട്ടെന്ന്. അപ്പം എഫേസൂസിൽ എന്നായിരുന്നു? 425. അല്ല, 431. 421, സോറി. 451 സിറിൽ പറഞ്ഞുകൊണ്ട് ഞാൻ സിറിൽ ഇച്ചിരി ഒന്ന് പുഷ് ചെയ്യുക. 451 നടന്ന സെനറ്റ് എവിടെ വെച്ചായിരുന്നു? കാൽസിഡോൺ. ഗുഡ് ജോബ്. കാൽസിഡോൺ സെനറ്റ് നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. ഗുഡ് ജോബ്. ഒരു റൗണ്ട് ഓഫ് അപ്ലോസ്. ഗുഡ് ജോബ്. അപ്പൊ നമ്മുടെ കൗൺസിൽസിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നു. ലിറ്റർജിക്കൽ കാലണ്ടറിനെ കുറിച്ച് ഗ്രേഡ് 2-ലുണ്ട്, ഗ്രേഡ് 5-ലുണ്ട്, ഗ്രേഡ് 9-ലുണ്ട്. എത്ര സീസൺസ് ഉണ്ട് നമ്മുടെ ഒരു വർഷം? 7 സീസൺസ് ഉണ്ട്. 7 സീസൺസിനെ കുറിച്ചും കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ചർച്ച് ഫാദേഴ്സിനെ കുറിച്ച്, ഡിനോമിനേഷണൽ സ്റ്റഡീസ്, മലങ്കര ഓർത്തഡോക്സ് ചർച്ച് ഹിസ്റ്ററി, മിഷൻ ആൻഡ് ഇവാഞ്ചലിസം, സിംബലിസം, സിറിയക് ലിറ്റർജിക്കൽ ട്രഡീഷൻസ്, ഏഞ്ചൽസ്, മൊണാസ്റ്റിസിസം, ഇത്രയും കാര്യങ്ങളെ കുറിച്ച് കരിക്കുലത്തിൽ സംസാരിക്കുന്നു. 12 വർഷം കൊണ്ട് ഇത്രയും കാര്യങ്ങളെ കുഞ്ഞുങ്ങൾ പഠിക്കും. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ വല്ലയിടത്തും പോയി വല്ലതും നോക്കേണ്ട കാര്യമുണ്ട്?
യെസ് ഓർ നോ? ഇനി ഈ കാര്യങ്ങൾ തന്നെ ടോപ്പിക്സ്, ലേണിംഗ് ഔട്ട്കത്തെ കുറിച്ച് നമുക്ക് ഒന്ന് പറയാം. ഞാൻ ടോപ്പിക്സ് ഒന്ന് ക്ലിക്ക് ചെയ്യും. ഇതിനെയാണ് സ്കോപ്പ് ആൻഡ് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് സ്കോപ്പ് ആൻഡ് സീക്വൻസ് പെർ ബ്ലൂംസ് ടാക്സോണമി. ഈ സ്കോപ്പ് ആൻഡ് സീക്വൻസ് എന്ന് നോക്കിയേ, നൈഷ്യൻ ക്രീഡ്, നേരത്തെ പറഞ്ഞ സംഗതികളെല്ലാം ഇവിടെ മാപ്പ് ചെയ്തിരിക്കുക, കാണുന്നുണ്ടോ? ഇത്രയും നേരം നമ്മൾ പറഞ്ഞ 53 ടോപ്പിക്കുകൾ ഇവിടെ ഇങ്ങനെ മാപ്പ് ചെയ്ത് വെച്ചിരിക്കുക. കരിക്കുലത്തിനകത്ത് എന്തെല്ലാം എവിടെയെല്ലാം ഉണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്. ഇതാ നോക്കിയേ, നൈഷ്യൻ ക്രീഡ്, സാക്രമെന്റ് ലൈഫ് ഇൻ ക്രൈസ്റ്റ്, പീസ് ആൻഡ് സ്പെഷ്യൽ ഡേയ്സ്, അതർ ടോപ്പിക്സ്, എത്തിക്കൽ ഇഷ്യൂസ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇതാണ്ട് ഇവിടെ വരും. ഇനിയും ലേണിംഗ് ഔട്ട്കംസ്. അതിന് നമുക്ക് ലേണിംഗ് ഔട്ട്കംസ്, ബെനീത് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ലേണിംഗ് ഔട്ട്കം അസസ്മെന്റിനെ കുറിച്ചും ചോദിച്ചില്ലേ? അതിനെക്കുറിച്ച് നമുക്ക് വരാം. സോ ലേണിംഗ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താ? ലേണിംഗ് ഔട്ട്കം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ലേണിംഗ് ഔട്ട്കംസ് ആർ measurable statements that articulate at the beginning what children should know, be able to, or value as a result of taking a course or completing a program. This is what a learning outcome is. And learning outcomes often take this form as a result of participating program, the course. You, student or children, will be able to have an action verb, and that is the learning state. This is taken from Cornell University. This is literally taken from their side. അതുകൊണ്ട് നമ്മൾ ഇതിലൊന്നും മാറ്റം വരുത്താതെ വെച്ചിരിക്കുന്നത്. നമ്മൾ സ്റ്റുഡൻസ് എന്നുള്ള ഭാഗം നമ്മൾ ഉപയോഗിക്കുന്നില്ല, പക്ഷേ കൊർണേലിൽ നിന്ന് എടുത്തിരിക്കുന്ന ആയതുകൊണ്ട് നമുക്ക് അവിടെ മാറ്റം വരുത്താൻ പറ്റത്തില്ല. മേക്ക് സെൻസ്? ഇനിയാണ് വിനീതയുടെ ചോദ്യത്തിന്റെ ഉത്തരം. എങ്ങനെയാണ് നമ്മൾ ലേണിംഗ് ഔട്ട്കം ഉപയോഗിക്കേണ്ടത്? പ്ലാൻ, ടീച്ച്, അസസ്, ടീച്ച്, പ്ലാൻ. ഇതൊരു കോൺസ്റ്റന്റ് പ്രോസസ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? വി പ്ലാൻ, വി ടീച്ച്, വി അസസ്. അപ്പൊ എങ്ങനെ അസസ് ചെയ്യാനും? നിങ്ങളുടെ വലിയൊരു ചോദ്യമാണ്, പരീക്ഷ എഴുതാൻ വല്ല മാർഗമുണ്ടോ? പരീക്ഷ നടത്താം. ഓക്കെ, യു ക്യാൻ കണ്ടക്ട് എക്സാമിനേഷൻസ്. ഓക്കെ, പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, എന്നോട് ഓണസ്റ്റായിട്ട് ഉത്തരം പറയണേ. നിങ്ങൾ സ്കൂളിൽ പോയ കാലത്ത് 5 ഗ്രേറ്റ് ലേക്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പഞ്ചമഹാതടാകങ്ങൾ എന്ന പേരിൽ മലയാളത്തിലും ഇംഗ്ലീഷിൽ 5 ഗ്രേറ്റ് ലേക്സ് എന്നും പഠിച്ചിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? പ്ലീസ്. ഇല്ല ഞാനില്ല. ഇല്ല. ഓർമ്മയില്ല. അശ്വരജൻ പഠിച്ചിട്ടില്ല. ഓക്കെ, അച്ഛൻ രോഹിതച്ഛൻ പറഞ്ഞ പോലെ ഓർമ്മ വരുന്നില്ല. ഇനി അച്ഛൻ പറയുമ്പോ അത് എവിടെങ്കിലും കണക്ട് ചെയ്യുമെന്ന് എനിക്ക് അങ്ങോട്ട്. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. പരീക്ഷ, ജോഗ്രഫിയുടെ കോഴ്സിൽ പരീക്ഷ എഴുതി പാസ്സായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ അച്ഛന്മാരായിട്ടിരിക്കുന്നത്. പഞ്ചമഹാതടാകങ്ങൾ എവിടെയാണെന്ന് അറിയാമോ? കാനഡയില. ലേക്ക് ഒന്റേറിയോ, ലേക്ക് വിക്ടോറിയ, ലേക്ക് ഹ്യൂറോൺ, ലേക്ക് സുപ്പീരിയർ, ലേക്ക് മിസിസിപ്പി. ഈ സംഗതി കേട്ടിട്ടേ ഇല്ലേ നിങ്ങൾ? ഇതില് കുറച്ച് റിവേഴ്സിന്റെ പേര് ഇൻഡിവിജ്വൽ ആയിട്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ ലേക്ക് ഈറിയിലും ലേക്ക് സുപ്പീരിയറിലും സുപ്പീരിയർ അതൊക്കെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാം പഠിച്ചാണ്, പരീക്ഷ എഴുതിയാണ്, ജയിച്ചതാണ്. എനിക്കറിയാം. ഇല്ല, നിങ്ങൾ ഇവിടെ ഇരിക്കുകയില്ല. ചിലപ്പോ സിലബസ് മാറിയായിരിക്കും. ചിലപ്പോ സിലബസ് മാറിയായിരിക്കും. അല്ല, അന്നത്തെ ദിവസം പനിയായിരുന്നല്ലേ? നമ്മൾ അതുപോലെ തന്നെ ഗോപി മരുഭൂമി ഏത് രാജ്യത്താണ്? ചൈന. അതാ കിടക്കുന്നത്. ഗോപി മരുഭൂമി എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? സഹാറ എവിടെയായിരിക്കും? നോർത്ത് ആഫ്രിക്ക. ആഫ്രിക്കയിലാണ്, നോർത്ത് ആഫ്രിക്കയിലാണ്. ഇന്ത്യയിലെ മരുഭൂമിയുടെ പേരെന്താ? താർ. ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ? പരീക്ഷ എഴുതിയാണ്, ജയിച്ചതാണ്. നമ്മളിപ്പോ ഇതൊക്കെയാണ്.
അന്ന് പക്ഷെ പോയായിരുന്നു അച്ഛാ, അതിന് മുമ്പത്തേന് പോയില്ല. എന്തോ ഈ ക- മുമ്പായിരുന്നു ആ ക്ലാസ്സിൽ പോയിട്ടില്ല. ഇപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. പക്ഷെ പഠിച്ചത് പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ നമ്മൾ വിട്ടു. ഫെയ്ത്ത് നമുക്കങ്ങനെ പറ്റുമോ? ഫെയ്ത്ത് നമുക്ക് അങ്ങനെ പറ്റുമോ? പരീക്ഷ എഴുതി വിട്ടു, തീർന്നു പോയി, ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല, അങ്ങനെ അങ്ങനെ പറയാനൊക്കെ? പക്ഷെ അങ്ങനെ പറയാം, സോറി അച്ഛാ, അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ പലപ്പോഴും നടക്കുന്ന അതാണ്, ലൈക്ക് ഇത് നമ്മളുടെ ഒരു പെരിഫറൽ ലെവലിലുള്ള നീഡ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇതിലാണത് പലപ്പോഴും മാറിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 10 പ്രാവശ്യം ഒരു കാര്യം പറയുമ്പോഴും ഇത് പുതുമയായിട്ട് തോന്നുന്നത്. ഈ കാര്യം 10 പ്രാവശ്യം നമ്മൾ കേട്ടതാണ്. അത് മീൻ കുഞ്ഞുങ്ങളുടെ മാത്രം കാര്യമല്ല, കുഞ്ഞുങ്ങൾ തൊട്ട് അങ്ങ് മുതിർന്നവർ വരെ. ഇപ്പോൾ ഞായറാഴ്ച പള്ളിയിൽ പ്രസംഗത്തിന് നമ്മൾ ഈ കാര്യം തുറന്നു പറയും. അത് ഞാൻ പറയും, ഓർത്തഡോക്സ് സഭയിലെ അച്ഛന്മാർ ഭയങ്കര ഭാഗ്യവാന്മാർ, ഇത് ഇന്ന് പറഞ്ഞ കാര്യം നാളെ പറഞ്ഞാൽ ഇത് നമ്മൾ, കാരണം വെച്ചാൽ ഇത് നമ്മൾ വളരെ പെരിഫറലായിട്ട് മാത്രമേ ഈ കാര്യത്തെ കൺസീവ് ചെയ്യുന്നുള്ളൂ. അത് അച്ഛൻ ആ, അത് അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അബ്സല്യൂട്ട്ലി അച്ഛാ. ഈ നമ്മളെ പ്രസംഗം കേട്ടേച്ചേ, പ്രസംഗത്തിൽ പറഞ്ഞ തമാശ മാത്രമേ ആളുകളുടെ മനസ്സിരിക്കുള്ളൂ. ഇത് ഭക്തി കാര്യം അവിടെ ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ ഒരു വലിയ കുഴപ്പം. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരുത്തൻ വന്നിച്ച് വാങ്ങിപ്പോയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അർത്ഥമുണ്ടോ എന്നിങ്ങനെ വിരൽ നോട്ട് വെച്ചുകൊണ്ട് ഇങ്ങോട്ട് ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് അർത്ഥമൊന്നുമില്ല. ഇത്ര കാലം നമ്മൾ ഇതിനെക്കുറിച്ച് പ്രസംഗം കേട്ട. ഇപ്പം അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പരീക്ഷ എഴുതി പാസ്സായി പോയാൽ അസസ്മെന്റ് ഈസ് യൂസ്ലെസ് എന്നുള്ളൊരു സിറ്റുവേഷൻ. അപ്പൊ നിങ്ങൾ അസസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാനൊരു ഉദാഹരണം പറയാം. അണ്ടർസ്റ്റാൻഡ് ലവ് ഓഫ് ദ ഫാദർ, ഗ്രേസ് ഓഫ് ദി ഓൺലി ബിഗോൺ സൺ, കമ്മ്യൂൺ ഡ്വെല്ലിംഗ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ഇതൊരു ലേണിംഗ് ഔട്ട്കം ആണ്. 3rd ഗ്രേഡിന്റെ ഒരു ലേണിംഗ് ഔട്ട്കം. നിങ്ങൾ 3rd ഗ്രേഡിൽ ഈ കുഞ്ഞിനെ ഇത് പഠിപ്പിക്കുന്നു. പിറ്റേ ഞായറാഴ്ച ഈ കുഞ്ഞ് വന്ന് നിങ്ങളോട് പറയാ, ആ ബിനിത ആന്റി, ഇന്ന് കുർബാനയ്ക്ക് അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടു കേട്ടോ, കഴിഞ്ഞ ആഴ്ച ആന്റി പഠിപ്പിച്ച് ഞാൻ കേട്ടു കേട്ടോ. എവിടെയാ കേട്ട മക്കളെ? ആ കുർബാനയ്ക്ക് അച്ഛൻ പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പുത്രൻ തമ്പുരാന്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ സംബന്ധം, ആവാസം എന്ന് പറഞ്ഞ് കേട്ടു കേട്ടോ. ആന്റി പറഞ്ഞത് തന്നെയാ ഞാൻ കേട്ടു കേട്ടോ. ഈ കൊച്ചിത് പറഞ്ഞാൽ അസസ്മെന്റ് അവിടെ കഴിഞ്ഞു. മേക്ക് സെൻസ്? വെറുതെ ചേച്ചി എന്നെ വീടുകൂതാശയെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചു. ഞാൻ എന്നിട്ട് അവിടെ വീടുകൂതാശയ്ക്ക് പോയപ്പോഴത്തേന് ഞാൻ കണ്ടു കേട്ടോ, അച്ഛൻ വെള്ളം ഇങ്ങനെ തളിക്കുന്ന കണ്ടു കേട്ടോ. അതുപോലെ തന്നെ ഈ കട്ടിലയുടെ മേളിൽ ഇങ്ങനെ കൊണ്ട് കുരിശ് വരയ്ക്കുന്ന കണ്ടു കേട്ടോ. ആന്റി പറഞ്ഞില്ലായിരുന്നോ ഇത് പെസഹായിക്ക് അവരുടെ യഹൂദന്മാരുടെ ഈജിപ്തിൽ നിന്ന് അങ്ങോട്ട് പോകാൻ നേരത്ത്, അവിടെ ഈജിപ്തിൽ നിന്ന് കനാനിലോട്ട് പോകാൻ നേരത്ത് അവരുടെ വീടിന്റെ മേളില് കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് തേച്ചു. അപ്പൊ അവിടെ സംഹാരദൂതൻ അവരെ കടന്നുപോയി എന്ന് പറഞ്ഞില്ലേ? എനിക്ക് പെട്ടെന്ന് എനിക്ക് എല്ലാം ഓർമ്മ വന്നു കേട്ടോ. ഇവാലുവേഷൻ അസസ്മെന്റ് ഈസ് ഡൺ ദെയർ. ആ കൊച്ചിനെ നീ ഇവാലുവേറ്റ് ചെയ്യരുത്. അതിന് മരിച്ചാലും ഇത് മറന്നു പോവുകയല്ല. യെസ് അച്ഛാ. Acha, I wholly acknowledge what you said, but the thing with our students in mainland Europe Mhm. is that they are not having a very physical contact with all these things. Like നമ്മുടെ വീടുദാശയാണെങ്കിലും കുർബാന ഇപ്പം കുഴപ്പമില്ല, ഇവിടെ മാസത്തിൽ ഒന്നെങ്കിലും കിട്ടുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഇതൊരു വലിയ ഫിസിക്കൽ ആബ്സെൻസ് ഉണ്ട്. ഒരു ലക്യൂണ ഉണ്ട്. അപ്പം അത് ഒരു വലിയ എലമെന്റ്. അപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ നമ്മള് കേട്ട കാര്യത്തിനെ നമ്മള് ഫിസിക്കലായിട്ട് മാനിഫെസ്റ്റ് ചെയ്തത് കാണുമ്പോഴത്തേക്കാണ് ഈ കാര്യത്തിന് ഒരു അണ്ടർലൈൻ has been drawn that makes a clear clarity to the perceptions. But the second thing is not happening. The first thing to educate them, that is done properly, but the second thing is not happening properly. To get a first-hand experience of what is being taught. സോ അതൊരു ഒരു കാര്യം കൂടെയാണ്. പിന്നെ അച്ഛൻ പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ അച്ഛൻ ഇത് 100 വട്ടം കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് പേരൻസിന്, നമ്മൾ പള്ളിയിൽ ഇപ്പം രോഹിതച്ഛനാണെങ്കിലും അച്ഛന്മാരെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്. ലൈക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങളെ നമുക്ക് പള്ളിയിലെ കുർബാനയുടെ 2 മണിക്കൂറും അച്ചടക്കത്തോടു കൂടി ഇരുത്താൻ പറ്റത്തില്ല. ദേ വിൽ റൺ അറൗണ്ട്.
But at the end, what we used to say to them is that when you go home, parents, especially mothers, when they take them to bed, use the time to narrate things regarding this. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് തൽമീദ് എന്നുള്ള കരിക്കുലം തന്നെ ടീച്ചേഴ്സും പേരൻസിനോടുള്ളതാണ്. കുഞ്ഞ് the children have to harvest from both this person who is toiling in that. സോ അങ്ങനെ ഒരു ഇത് അച്ഛൻ ഇത് 100 വട്ടം കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇത് കൂടുതലായിട്ട് നമ്മൾ ഇതിനെ എംഫസൈസ് ചെയ്തില്ലെങ്കിലാണ് അച്ഛൻ പറഞ്ഞ പോലെ വേറൊരാൾ ഒന്ന് ചോദിക്കാൻ നമുക്ക് കൺവിക്ഷൻ ഇല്ലാത്തതിന്റെ കാര്യം ഇതാ. കാരണം വി ആർ നോട്ട് ഗെറ്റിംഗ് ദ റൂട്ട് ആൻഡ് ദ ബേസ്. അതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. സോറി. എന്റെ എനിക്ക് അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ അച്ഛനിപ്പോ ഒരു ഹഗ്. എന്നറിയാമോ, ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് വി വാണ്ട് ത്രൂ ദിസ് കരിക്കുലം. 2, നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോണേ. രണ്ടാമത്തെ കാര്യം, നമ്മൾ പല ലെവൽസ് പറഞ്ഞില്ലേ, ഇൻട്രൊഡക്ഷൻ, ഡെവലപ്മെന്റ്, മാസ്റ്റർ എന്ന് പറഞ്ഞില്ലേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അശ്വനച്ഛന്റെ മനസ്സിൽ പുതിയ ഒരാശയം ഉണ്ടായി വരുന്നു, അല്ലെങ്കിൽ പുതിയൊരു ഐഡിയ ഉണ്ടാക്കുന്നു, അല്ലെ ആ ഐഡിയ അച്ഛൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? 12th ഗ്രേഡിൽ ഒരു കൊച്ചിന്, അല്ലെങ്കിൽ 9th ഗ്രേഡിലെ ഒരു കൊച്ചിന്, 10th 11th ഗ്രേഡിലെ ഒരു കൊച്ചിന് അച്ഛൻ ഇപ്പൊ സ്വന്തമായിട്ടൊരു ആശയം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷൻ പറയാൻ പറ്റുന്നത് പോലെ ആ കൊച്ചിന് ഫെയ്ത്തിനെ സംബന്ധിച്ച് ഒബ്സർവേഷൻ പറയാൻ പറ്റുന്നതാണ് നമ്മുടെ ഗോൾ. അപ്പൊ ആ കൊച്ചിന് തന്നെ തോന്നും, ആഹാ, എനിക്ക് ബാപ്റ്റിസം എന്താണെന്നൊന്ന് കാണും. ഉടനെ തന്നെ കൊച്ചു ആരും പറയാതെ തന്നെ പോയി യൂട്യൂബിനകത്ത് എവിടെയെങ്കിലും കയറി ബാപ്റ്റിസം നോക്കും, അത് റിലേറ്റ് ചെയ്യും. ഞാനൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കാലത്ത് ഈ ക്ലാസ്സിൽ സാറ് വന്നിട്ട് ഇങ്ങനെ ഒരു ചോക്ക് എടുത്ത് കാണിച്ച്, സപ്പോസ് ദിസ് ഇസ് എ ടെസ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഒരു ജനറേഷനാണ് ഞാൻ. ടെസ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടിട്ടില്ല. ചോക്ക് കഷ്ണം എടുത്ത് ഇങ്ങനെ കാണിച്ച്, സപ്പോസ് ദിസ് ഇസ് എ ടെസ്റ്റ് ട്യൂബ് ആൻഡ് യു ആഡ് സിങ്ക് ആൻഡ് സൾഫ്യൂരിക് ആസിഡ്, സിങ്ക് സൾഫേറ്റ് ആൻഡ് വാട്ടർ വിൽ ഹാപ്പൻ. എവിടെ സിങ്ക് സൾഫേറ്റ്, എവിടെ വാട്ടർ, എവിടെ എന്നാകും? നമ്മൾ ചോക്ക് കഷ്ണമാണ് കാണുന്നത്. ഇച്ചിരി കഴിഞ്ഞേച്ച് നമ്മൾ വേറെ വല്ല പരിപാടിക്കും പോയാൽ സാറ് ഈ ടെസ്റ്റ് ട്യൂബ് എടുത്ത് ടെസ്റ്റ് ട്യൂബ് ഓടിക്കും. ഇങ്ങനെ ടെസ്റ്റ് ട്യൂബ് ഓടിച്ചിട്ട് അതിന്റെ ഒരു കഷ്ണം കൊണ്ട് നമുക്ക് ഒരു ഈറും തരും. ആഹാ, സപ്പോസ് ദിസ് ഇസ് എ ടെസ്റ്റ്. അപ്പൊ ടെസ്റ്റ് ട്യൂബ് ഓടിച്ച് എറിയാന്നുള്ളതാണ് നമ്മൾ പിന്നെ മനസ്സിലാക്കുന്നത്. അതല്ല നമ്മുടെ കരിക്കുലത്തിന്റെ ലക്ഷ്യം. അപ്പം നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ സെൻട്രൽ യൂറോപ്പിലെ പ്രോബ്ലം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞ. ഇനി നിങ്ങള് ഒക്കെ ഇപ്പോൾ ഉള്ളപ്പോൾ മിനിമം ഇത്രയിലും ഒക്കെ ഉണ്ടല്ലോ. ഞാന് മാസത്തിൽ ഒരിക്കൽ ഒരു കുർബാനയെ സംബന്ധിക്കാൻ വേണ്ടി സാൽസ്ബുർഗിൽ നിന്ന് വിയന്നയിൽ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ എന്റെ ഡോക്ടറേറ്റ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ ചെന്നപ്പോൾ കല്യാണത്തിന്റെ പാട്ടുകൾ മറന്നുപോയത്. ഒരു കല്യാണത്തിന് ഞാൻ സംബന്ധിച്ചിട്ടില്ല 6 കൊല്ലത്തിൽ. ശീമാപ്പടി കാണാതെ അറിയാവുന്ന എനിക്ക് ശീമാപ്പടി ഞാൻ വിട്ടുപോയത്. ഇപ്പൊ എനിക്ക് ശീമ ചൊല്ലാൻ അറിയാൻ വയ്യ. കാരണം എന്നാ, ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൽമിദോയുടെ തുടക്കത്തിൽ ഞാനത് കാണിക്കാം കേട്ടോ. ഇപ്പൊ ആലോചിക്കുക, പ്ലാൻ, ടീച്ച്, അസസ്. അസസ്മെന്റ് എങ്ങനെയാണെന്ന് ഇപ്പം പിടികിട്ടിയോ? നിങ്ങൾക്ക് എവിടെ വേണേലും എങ്ങനെ വേണേലും കൊച്ചുങ്ങളെ അസസ് ചെയ്യാം. നിങ്ങൾക്കൊരു ഡിസ്കഷൻ നടത്താം ക്ലാസ്സിൽ. ഈ ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങൾ എന്ത് മറുപടി പറയുന്നതനുസരിച്ച് നിങ്ങൾ അവരെ അസസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്താണ് അസസ് ചെയ്യുന്നത്? Tell me, what are you assessing? പിള്ളേർക്ക് ലേണിംഗ് ഔട്ട്കംസ് മനസ്സിലായോ? Absolutely. You are not assessing the children. You are only assessing their learning. Absolutely, 100%. You are not assessing the children. You are assessing only their learning. ഇനി ആ ലേണിംഗ് അവർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ലേണിംഗ് ഉണ്ടാക്കി കൊടുക്കണം. കൊച്ചുങ്ങളെ അസസ് ചെയ്യരുത്. ഡു നോട്ട് പിറ്റ് ചിൽഡ്രൻ അഗെയിൻസ്റ്റ് ഈച്ച് അതർ. കുഞ്ഞുങ്ങൾക്ക് പള്ളി വരാനും സൺഡേ സ്കൂളിൽ വരാനും ഇഷ്ടമില്ലാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാം? നമ്മൾ പിള്ളേരൊക്കെ അസസ് ചെയ്യുന്നതാണ്. ഇനി പേരൻസിനകത്തും ഒരു വലിയ പേരൻസും അത് ചെയ്യും. എങ്ങനെയാ? അവൻ ആ കൊച്ചിന് എത്രയും മാർക്ക് കിട്ടി, നിനക്ക് എന്നാടാ കിട്ടാഞ്ഞെന്ന് ചോദിച്ചു പേരൻസ് പിള്ളേരോട് ചോദിക്കും. കുറച്ചാൾ മുമ്പേ ഒരു കൊച്ചെന്നോട് പറഞ്ഞു, എനിക്ക് 9ാം ക്ലാസ്സിൽ സൺഡേ സ്കൂളിന് ഫസ്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ എന്നെ ഗറാജിൽ ഒരു വൈകിട്ട് 3 മണിക്കൂർ നേരം എത്തി. കർത്താവ് ക്രൂശിന്മേൽ 3 മണിക്കൂർ നേരം കിടന്നു എന്ന് പറഞ്ഞ പോലെ കൊച്ച് 3 മണിക്കൂർ നേരം ഗരാജിന്മേൽ.
യാ നമ്മൾ പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുകയല്ല വേണ്ടത്. അവരുടെ ലേണിംഗ് ഉണ്ടോ ഇല്ലയോ, ലേണിംഗ് ഇല്ലേ ഒരു തവണ ഇവിടെ പറഞ്ഞു കൊടുക്കാം. അവർക്ക് ആ ലേണിംഗ് വന്നു കഴിയുമ്പോൾ അവർ തന്നെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ ലൈറ്റ് ബൾബ് മൂവ്മെന്റ് എന്ന് കേട്ടിട്ടില്ലേ? അവർക്ക് ആ ലൈറ്റ് ബൾബ് മൂവ്മെന്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അസസ്മെന്റ്. മേക്ക് സെൻസ്? ഇങ്ങനെയാണ് നമ്മൾ ഈ കരിക്കുലത്തെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പൊ ഇനി ഞാൻ നിങ്ങളെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. എന്റെ സ്ക്രീൻ കാണാനൊക്കെ ഒന്നുണ്ടല്ലോ അല്ലേ? ഇത് കാണാനൊക്കെ ഉണ്ട്. ടീച്ച് മീ ദ വേ ഓഫ് യുവർ കമാൻഡ്മെന്റ്സ് ഓ ലോർഡ് ആൻഡ് ഐ വിൽ കീപ് ദം. I will live in grace, Lord. Guard the doors of my limbs that lie open, lest the treasure of your gifts be stolen. ഇത് ശീമ പ്രാർത്ഥനയ്ക്കകത്ത് ശനിയാഴ്ച സൂത്താറായിക്കകത്തുള്ളൊരു പ്രാർത്ഥനയാണ്. ഞാൻ മലയാളത്തിൽ ചൊല്ലുന്നുണ്ടെങ്കിൽ അച്ഛന്മാരെ പെട്ടെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കെങ്കിലും മിനിമം ശക്തമായിട്ട് പറഞ്ഞു. ശീലിപ്പിക്കെന്നെ നാഥ നിൻ കൽപ്പനയെല്ലാം ഞാൻ കാത്തിഹ നിൻ കൃപയിൽ ജീവിപ്പാൻ നിൻ വരഭണ്ഡാരം കവരായി വാൻ നിർത്തിയിടേണമേ കാവൽക്കാരെ. എവിടെ? മെയിൻ വാതിൽക്കൽ. വാതിൽക്കൽ. അത് തന്നെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ ഇതാണ് തൽമീദോയുടെ വലിയൊരു മോട്ടോ. ഓരോ നിമിഷവും കർത്താവെ എന്റെ ശരീരത്തിന്റെ വാതിൽക്കൽ, ഓരോ വാതിൽക്കലും നിന്റെ കാവൽക്കാരെ നിർത്തണമേ. എന്തിന്? നിന്റെ കൽപ്പനകളെ ഞാൻ കാക്കാൻ, നിന്റെ കൃപയിൽ ജീവിപ്പാൻ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മുടെ മിഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കരിക്കുലത്തിന്റെ മിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: cultivate our children in the Orthodox Church to become true disciples of Jesus Christ. We are cultivating. ശ്രദ്ധിച്ച് കണ്ടോണ്ട് ഇത് എന്തുമാത്രം ഇൻട്രസ്റ്റിംഗ് ആണ് ചിന്തിക്കുകയാണെ. കൾട്ടിവേറ്റ് എവിടെയാണ് കൾട്ടിവേഷൻ? കൾട്ടിവേഷന്റെ ഏറ്റവും അൾട്ടിമേറ്റ് വാക്ക് എന്താണ്? ഇവന്റ് ഏതാ? കന്യാമറിയാമിന്റെ ഉദരത്തിൽ നല്ല നിലം തുല്യം അറിയാം കൈക്കൊണ്ടാളുദരെ. അതിന് തൊട്ട് മുമ്പ് പറയാം, ഗബ്രിയേൽ എന്ത് ചെയ്തു? വിതച്ചു. ഗബ്രിയേൽ വിതച്ചതുപോലെ നിങ്ങളും എന്ത് ചെയ്യുന്നു? കർത്താവിന്റെ വചനത്തെ ആരിൽ വിതയ്ക്കുന്നു? കുഞ്ഞുങ്ങളിൽ വിതയ്ക്കുന്നു. കൾട്ടിവേറ്റ് അവർ ചിൽഡ്രൻ. അറ്റ് ദ സെയിം ടൈം കുഞ്ഞുങ്ങളെയും നിങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുക. എവിടെ? സഭയിൽ കുഞ്ഞുങ്ങളെ വിതയ്ക്കുന്നു. അവരിൽ വിശ്വാസത്തിന്റെ വിത്തുകളും നിങ്ങൾ വിതയ്ക്കുന്നു. ഇൻ ദി ഓർത്തഡോക്സ് ചർച്ച്. എവിടെ? അപ്പൊ ഇതെന്താണ്? ഈ ഓർത്തഡോക്സ് ചർച്ച് എന്താണ്? അതാണ് മണ്ണ്. കുഞ്ഞുങ്ങളും മണ്ണ്, ഓർത്തഡോക്സ് സഭയും മണ്ണ്. കാരണം ഈ കുഞ്ഞുങ്ങളാണല്ലോ വീണ്ടും സഭയായി തീരുന്നത്, അല്ലേ? അല്ലെങ്കിൽ സഭയുടെ അംഗങ്ങളല്ലേ കുഞ്ഞുങ്ങൾ. ഇനി എന്തിനാണ് അവരെ വിതയ്ക്കുന്നത്? ടു ബിക്കം ട്രൂ ഡിസൈപ്പിൾസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇപ്പം ഈ തെയോസിസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇല്ലേ? യേശുവെ പോലെയാവുക, ദൈവത്തെ പോലെയാവുക. യേശു ക്രിസ്തുവിന്റെ ഡിസൈപ്പിൾ ആരെ പോലെയാവുന്നു? യേശുവെ പോലെയാവുന്നു. അതാണ് നമ്മുടെ ഈ മിഷൻ സ്റ്റേറ്റ്മെന്റ്. എന്തിനാ നിങ്ങൾ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നത്? ഇതിനു വേണ്ടിയിട്ട്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് മേക്കിംഗ് സെൻസ്. 1.5 മണിക്കൂർ നേരം ഞാൻ നിർത്താതെ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ച് ശരിയാക്കി. എത്ര ദൂരെ ആയിരിക്കും എന്നുള്ള എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം ഇല്ല, അടുത്ത കാണാനും നിങ്ങളിപ്പോ എന്നെ വന്ന് ഒലക്കി കിടിച്ചേനെ. ഇത്രയും നേരം നിങ്ങളെ ബോറടിപ്പിച്ചേനെ. കാര്യങ്ങൾ കുറച്ചുകൂടെ ബോധ്യപ്പെട്ടോ? ഇതിനകത്ത് ടൺസ് ഓഫ് വേറെ റീസോഴ്സസ് ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ താഴോട്ട് നോക്കിയേ. ലിറ്ററേച്ചർ റിസോഴ്സ് ഡെവലപ്മെന്റ് എല്ലാവരുടെയും അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട് ഇവിടെ. ടീച്ചിങ് റിസോഴ്സസ് ഇഷ്ടംപോലെ ടൺസ് ഓഫ് റിസോഴ്സസ് ഉണ്ട് ഇവിടെ. ഇതാ നോക്കിയേ. ഇനി ഈ റീസോഴ്സസ് മുഴുവൻ ഇതാണ് ഇങ്ങനെ റിസോഴ്സ് കിടക്കുക. ഈ റീസോഴ്സസ് എല്ലാം നിങ്ങൾക്കെടുത്ത് ഉപയോഗിക്കാം. പുതിയ റീസോഴ്സ് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ഷെയർ ചെയ്താൽ അത് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുകയും ചെയ്യാം. ഇനി ടീച്ചർ ട്രെയിനിങ്ങിന്റെ ഒരുപാട് സെഷൻസിന്റെ വീഡിയോസ് ഇവിടെ കിടപ്പുണ്ട്.
സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ടീച്ചിങ് വിത്ത് AI ഇതാ കിടക്കുന്നു. നമ്മൾ പുതിയൊരു ഒരു 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 സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. മദ്രോനോ എന്ന പേരിൽ. മദ്രോനോ എന്ന സുറിയാനി വാക്കിന്റെ അർത്ഥം ഹെൽപ്പർ എന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെൽപ്പർ, ഒരു AI ഹെൽപ്പറിനെ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. വിൽ ബി ദെയർ ഇൻ ദി നെക്സ്റ്റ് അക്കാഡമിക് ഇയർ. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ഗാർഡ് റെയിൽസ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭയുടെ കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് വരത്തുള്ളൂ. നിങ്ങൾ എന്നൊക്കെ കാണിച്ചാലും നമ്മുടെ സഭയുടെ കാര്യം മാത്രമേ വരത്തുള്ളൂ. അങ്ങനെയല്ല, അല്ലാതെ ഈ ചാറ്റ് GPT പോലെയല്ല. പക്ഷെ അതുവരത്തേക്ക് നിങ്ങൾക്ക് ചാറ്റ് GPT ഉപയോഗിക്കാം. പക്ഷെ സൂക്ഷിച്ചോണം, അതിനകത്ത് വേണ്ടാത്തതും പലതും കയറി വരും. അതിന്റെ നന്മയും തിന്മയും നന്മതിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ ഒരു ഫലം നമ്മുടെ എപ്പോഴും ഉണ്ടാവുന്നത്. അപ്പൊ അതാണ് ടീച്ചിങ് വിത്ത് AI. ഇനിയിപ്പം ആർ യു ഇൻട്രസ്റ്റ് ഇൻ ബീറ്റ ടെസ്റ്റിംഗ് തൽമീദോ സ്പെസിഫിക് AI സിസ്റ്റം, പ്ലീസ് കംപ്ലീറ്റ് ദിസ് ഫോം. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് AI-യുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ? നിങ്ങളുടെ പേര് ഇവിടുത്തെ. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു പീപ്പിൾ ലൈക്ക് യു. ഇനിയും അതർ റിസോഴ്സസ്, ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ, നമ്മുടെ വിശുദ്ധന്മാരെ കുറിച്ച്, ഐക്കണോഗ്രഫി, ബുക്സ്, എക്സ്റ്റേണൽ ലിങ്ക്സ്, കോണ്ടാക്ട്. ഇതാണ് തൽമീദ്. ഒരു ഹൈ ലെവൽ വെർഷൻ മാത്രം. ഇതിനകത്ത് ഞാനിപ്പോ ഈ പറഞ്ഞതിനെ കുറിച്ചുള്ള അതുപോലെ ഒരു 20 തവണയും കൂടെ പറയാനുള്ള സാധനങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. ലെറ്റ് മീ സ്റ്റോപ്പ് വിത്ത് വൺ മോർ ക്വസ്റ്റ്യൻ. ഈ തൽമീദ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എത്ര സമയം ചെലവഴിച്ചു എന്നറിയാം? hours and thousands. യു ആർ റൈറ്റ്. എത്ര 1000 ഉണ്ടായിരിക്കും എന്ന് പറയാം? 6,000 hours. That's like years. About 5,000 hours. വൺ സ്റ്റോപ്പ് ഷോപ്പ് എന്ന് പറയുന്ന പോലെ ഒരു സ്ഥലത്ത് ചെന്നാൽ എല്ലാം കിട്ടും. ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. അച്ഛൻ ഞാൻ എനിക്ക് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തോട്ടെ? റെക്കോർഡിംഗ് നിർത്തി വെച്ചു. താങ്ക് യു. മെറിന ചോദിച്ചു. നമ്മളിപ്പോ പിള്ളേർക്ക്